ശ്രദ്ധിക്കുക. നമ്മള് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്താ? എംപിരിക്കൽ ഫോർമുലയുടെ കാൽക്കുലേഷൻസ് ആണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് അല്ലേ? അപ്പോ നെക്സ്റ്റ് അപ്പൊ ക്ലാസ്സിന്റെ സമയം ഗ്രൂപ്പിൽ പറഞ്ഞു കേട്ടില്ലേ പാരന്റ്സ്? പക്ഷെ അത് പറഞ്ഞിരുന്നും കൂടെ അല്ലേ? 6:40 ഇപ്പൊ തൽക്കാലം എത്ര മണിക്ക് തന്നെ പോട്ടെ? 6:40 തന്നെ പോട്ടെ. കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? 6:30 കുഴപ്പമില്ലല്ലോ. 6:30 കുറെ കൊണ്ടുണ്ട്. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് നേരത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. 7:50 അല്ലെങ്കിൽ 7:55 ആകുമ്പോഴേക്ക് എന്ത് ചെയ്യാം? വിടാം. സ്കൂളിൽ അധികം തിരക്കടിച്ചിട്ട് എന്താ പോകേണ്ടി വരില്ല. പ്രോത്സാഹിച്ചോളൂ. ഇവിടെയാണ് വന്നിട്ട് കൂട്ടം കൂടി നിൽക്കണേ. 4 പേര് ഒരുമിച്ച് ഒന്ന് മീറ്റ് ചെയ്താണോ? വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുമിച്ച് മീറ്റ് ചെയ്താണോ? ആണോ? അതെങ്ങനെയാണ്? അങ്ങനെ അതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ടീമാണല്ലോ അല്ലെ? സമയത്തിന് എത്തണം കേട്ടോ. 4 പേര് ഒരുമിച്ച് അവിടെ നിന്ന് വരണല്ലേ? ഇവന് വേണ്ടി കാത്തുന്നുണ്ടാവും. ശരിയല്ലേ ആകാശേ? അവനാണോ? ഇന്ന് ആരുടെ ഫസ്റ്റ് വന്നേ? നീയാണ് ലേറ്റ് ആക്കിയ? നാളോട്ട് വന്നു കഴിഞ്ഞാൽ പുറകിൽ നിൽക്കണം കേട്ടാ. 6:40 എത്തണം കേട്ടാ എന്തായാലും. ശ്രദ്ധിക്കാം. അടുത്തത് നമ്മൾ നോക്കുന്നത് കാൽക്കുലേഷൻസ് ആണ്. 2 സെക്ഷനും കൂടെ നമുക്കിതിൽ എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. എംപിരിക്കൽ ഫോർമുലയുടെ പണി നമ്മൾ തീർത്തു. എതിർപ്പില്ലല്ലോ. എംപിരിക്കൽ ഫോർമുല ചെയ്തോളില്ലേ ഒരു പരിധി വരെ. അല്ലാണ്ട് തിരിച്ചു മറിച്ചിട്ട് ചെയ്താൽ പിന്നെ പ്രാക്ടീസ് ചെയ്യണം. ഇനി നമുക്ക് നോക്കാം. തൽക്കാലത്തേക്കുള്ള പരിപാടി എന്താണ്? ആയിട്ടുണ്ട്. അടുത്ത ഹെഡിങ് കൊടുക്കാം നമുക്ക്. അടുത്ത ഹെഡിങ് പുതിയ ടോപ്പിക്കാണ്. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. Stoichiometry of chemical reactions. Stoichiometry of chemical reactions. Stoichiometry. STO. STO. ICH. 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 STO. ICH. IO. 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 METRY. METRY. Stoichiometry of chemical reactions. Chemical reactionsന്റെ സ്റ്റോഷിയോമെട്രി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. സ്റ്റോഷിയോമെട്രി ഓഫ് കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഈ സ്റ്റോഷിയോമെട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമാണ്. അതായത് റിയാക്ടന്റിന്റെയും പ്രോഡക്ട്സിന്റെയും ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ്. എന്താണ്? റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ്. നമ്മളിപ്പോ വാട്ടർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാറ്? ഇക്വേഷൻ പറഞ്ഞ 2H2 + O2 become എന്താ? 2H2O. അപ്പൊ ഇതിനൊരു അർത്ഥമുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? 2 ഹൈഡ്രജൻ മോളിക്യൂളിനെ ഒരു ഓക്സിജൻ മോളിക്യൂളിന് വേണം. അങ്ങനെ അവർ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര വാട്ടർ? 2 H2O കിട്ടും. 2 വാട്ടർ മോളിക്യൂൾസ് എന്താണ് കിട്ടും. അപ്പൊ അവിടെ ഒരു റേഷ്യോ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക്. അല്ലെങ്കിൽ വെറുതെ എഴുതിക്കൂടെ? വെറുതെ ഞാൻ ഇങ്ങനെ എഴുതിക്കൂടെ? നമുക്ക് 2 H2 ഒരു O2 ചേർന്ന മൊത്തം 2 1 3 എന്നുള്ള കണക്കിലാണോ നമ്മൾ എഴുതാറ്? അല്ല, അങ്ങനെയല്ല എഴുതാറ്. എന്റെ കണക്ക് അങ്ങനെയല്ല. സോ there is a relationship between അല്ലെ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താ? അളവ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അളവ്, എത്ര. ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെയാണ്? റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. റിയാക്ടൻസും പ്രോഡക്ട്സും തമ്മിൽ എന്തുണ്ട്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് പറയൂ. ക്വാണ്ടിറ്റേറ്റീവ് എന്തുണ്ട്? ബന്ധമുണ്ട് അല്ലെ? റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെ കുറിച്ച് പഠിക്കുന്ന മേഖലയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് എഴുതിയിട്ട് അതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട, കണക്ക് ചെയ്യാനാണ് അറിയേണ്ടത്. എന്നാൽ എഴുതിയിടുക. Stoichiometry means the quantitative relationship between ആരൊക്കെയാണ്? quantitative relationship between the reactant and the products in a chemical reaction. Quantitative relationship between reactants and products in a chemical reaction. Reactants and products in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിലുള്ള റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കുറച്ച് നമ്പറുകൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനുണ്ട് അല്ലെ? എന്തൊക്കെ നമ്പറുകൾ നമുക്ക് അവിടെ കാണാനുള്ള? H2O കേസിൽ എന്തൊക്കെ നമ്പറുകളെ കാണാനുള്ള? 2H2O എന്ന് കാണുന്നുണ്ടാ മക്കളെ? എന്ത് കാണാണ്ട്? 2H2O. സോ there is a number 2. 2 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. പിന്നെ എത്രയും കാണാനുള്ളത്? 1. O2ന്റെ മുന്നിൽ ഒന്നുമില്ലെങ്കിൽ എത്രയാ? 1 ആണ്. പ്രോഡക്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ എത്രയാ? 2. ഇതെല്ലാം ഇതും ഗ്യാസ് ആണെങ്കിൽ
ഇത് ഗ്യാസ്. അപ്പൊ ഇത് എന്ത് റേഷ്യോ ആയിരിക്കും? സിമ്പിൾ ഏത് ലോയാ? ഗേ ലൂസ് ആക്കട്ടോ അല്ലെ? വെൻ ഗേഷ്യസ് പ്രോഡക്റ്റ് അല്ല സോറി വെൻ ഗേഷ്യസ് റിയാക്ടന്റ് അല്ലെ? വെൻ ഗേഷ്യസ് റിയാക്ടന്റ് combine to form ആരാ? gaseous products, their volumes are in simple whole number ratio. ചുമ്മാ പറഞ്ഞത് മാത്രമാണ് ഒരു റേഷ്യോ വന്നപ്പോ. അപ്പൊ അവിടെ പറഞ്ഞു വന്ന കാര്യം എന്താ? അവിടെ നമ്പറുകളുണ്ട്. ആ നമ്പറുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്. ആ നമ്പറുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ആ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്പർ ഓഫ് മോൾസിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്? നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നോക്കുക. ബോൾ ശ്രദ്ധിക്കുക, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ പരിശോധിക്കുക. 2H2 plus O2 എന്താ മക്കളെ? 2H2O. ബോൾ ശ്രദ്ധിച്ചേ, നന്നായിട്ട് ശ്രദ്ധിച്ചേ. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം രണ്ട് മോളിക്യൂൾ ആര്? ഹൈഡ്രജൻ. പറയേ, നിങ്ങൾ പറഞ്ഞോ. ഒരു മോളിക്യൂൾ ഓക്സിജന്റെ കൂടെ ചേർന്ന് നമുക്ക് രണ്ട് മോളിക്യൂൾ എന്ത് കിട്ടും? വാട്ടർ കിട്ടും. രണ്ട് മോളിക്യൂൾ എന്ത് കിട്ടും? അപ്പൊ ഇതിനെ നമുക്ക് മോളിന്റെ കൺസെപ്റ്റിലേക്ക് പറഞ്ഞൂടെ? എത്ര മോളാ? പറഞ്ഞു പറയേ, എത്ര മോളാ? 2 മോള് ഹൈഡ്രജൻ, 1 മോൾ ഓക്സിജന്റെ കൂടെ ചേർന്ന് നിങ്ങൾക്ക് പറഞ്ഞു 2 മോൾ എന്ത് കിട്ടും? വാട്ടർ കിട്ടും. So these numbers are known as stoichiometric coefficients. These numbers indicate the number of moles. ആവശ്യമുള്ള number of moles. അപ്പൊ 2 മോള് ഹൈഡ്രജന് നമുക്ക് അവിടെ പറയേ, 2 മോള് ഹൈഡ്രജന് നമുക്ക് അവിടെ ഉറക്കെ പറഞ്ഞേ 1 മോൾ എന്ത് വേണം? ഓക്സിജൻ വേണം, നിർബന്ധമാണ്. 1 മോൾ എന്ത് വേണം? ഓക്സിജൻ നിർബന്ധമാണ്. കുഴപ്പമില്ലല്ലോ. സോ അവിടെ നമുക്ക് ആ നമ്പറുകളാണ് എന്ത് കിട്ടുന്നത്? എത്ര മോള് വേണം എന്നുള്ള കണക്ക് എന്താ? നമുക്ക് ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് കിട്ടും. സോ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഗിവ്സ് ദ നമ്പർ ഓഫ് മോൾസ്. എന്താണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഗിവ്സ് ദ നമ്പർ ഓഫ് മോൾസ്. എന്തിനാ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് പറയുന്നത് മനസ്സിലായില്ലേ? ആ നമ്പറുകൾ കേട്ടോ. എവിടെയുള്ള നമ്പറുകള്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ. എവിടെയാണ്? വെറുതെ H2 plus O2 H2 എന്ന് എഴുതിയിട്ട് 1:1:1 എഴുതി കാര്യം എന്താ? സാധനം എന്ത് ചെയ്യണം? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള നമ്പറുകളെയാണ് എന്ന് പറയുന്നത് നമ്മള് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. തൊട്ട് താഴെ എഴുതിയിരിക്കുക സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. Stoichiometric coefficients in a chemical reaction can be interpreted as എന്താണ്? number of moles of each substance. can be interpret ചെയ്യാം, മനസ്സിലാക്കുക. can be interpreted as number of moles of each substances. number of moles of each substances ആയിട്ട് നമുക്കതിനെ വിലയിരുത്താം. ഓക്കെ. അപ്പൊ ആ ഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മുടെ കാൽക്കുലേഷൻസിന്, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാൽക്കുലേഷൻസിന്റെ കംപ്ലീറ്റ് ബേസിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഹെഡിങ് കൊടുക്കുക കെമിക്കൽ ഇക്വേഷൻ. എന്താ കെമിക്കൽ ഇക്വേഷൻ? ഒരു കെമിക്കൽ ചേഞ്ചിനെ നമ്മൾ സിംബൽസും ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഒക്കെ ഉപയോഗിച്ച് എഴുതുന്നതിനെയാണ് എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വേഷൻ. എന്താ കെമിക്കൽ ഇക്വേഷൻ? ദ റെപ്രസെന്റേഷൻ ഓഫ് എ കെമിക്കൽ ചേഞ്ച് in terms of symbols and formulas. Symbols and formulas of substances involved in it. Symbols and formulas of substances involved in it. Okay. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? ബേസിക്. പിന്നെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന എഴുതുന്നു മാഷ്. റിയാക്ടന്റ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും പ്രൊഡക്റ്റ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും എന്തായിട്ട് വരണം?
സെയിം ആയിട്ട് വരണം. റിയാക്ടന്റ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും പ്രൊഡക്റ്റ് സൈഡിലുള്ള ആറ്റങ്ങളുടെ എണ്ണവും എന്തായിട്ട് വരണം? സെയിം ആയിട്ട് വരണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അതിനി ഒരു ഡെഫിനേഷൻ ആയിട്ടൊന്നും എഴുതുന്നില്ല. ഇപ്പൊ എഴുതിയ ഡെഫിനേഷൻസ് ഒന്നും ബൈ ഹാർട്ട് പഠിക്കണത് എന്താ നിർബന്ധമില്ല. നമ്മളൊരു ബേസിക്കിന് വേണ്ടിയിട്ട് എഴുതുന്നതാണ്. നമുക്ക് ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സംഗതി എന്താ? ഈ സ്റ്റോഷിയോമെട്രി വെച്ചിട്ടുള്ള കണക്കുകളാണ് ഇത് നമുക്ക് സെറ്റ് ആവണം. കുറച്ച് കണക്കുകളുണ്ട്. ആ കണക്കുകൾ തൽക്കാലം ചെയ്യാം. നമുക്ക് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. കുറച്ച് കണക്കുകളുണ്ട്. അപ്പൊ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് കണക്കുകൾ എന്താ ചെയ്യാനൊന്നും നിൽക്കണ്ട. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന കണക്കുകൾ മാത്രം എന്ത് ചെയ്യാം? ആദ്യം ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഇത് സംസാരിക്കുമ്പോഴും ഇതിന്റെയൊക്കെ ബേസിസ് എന്താണ്? നമ്മൾ പറഞ്ഞ ആ ഒരു മിഠായി കണക്കാണ്. നമ്മൾ സംസാരിച്ച ആ മിഠായി കണക്കിന്. അപ്പൊ ഞാൻ നിങ്ങളെ വീണ്ടും എന്താ ഈ മിഠായി കണക്കിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. വേറെ ഒന്നിലേക്കും കൊണ്ടുപോകണില്ല. വേറെ കെമിസ്ട്രി ഒന്നും ഇല്ല അവിടെ പറയാം. 2 മിഠായിക്ക് 6 രൂപ, 4 മിഠായിക്ക് എത്ര രൂപയാ? എത്ര രൂപയാ? 6 × 4/2. ഇതാണ് എന്റെ കണക്ക്. ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്താ കണക്കൊന്നും ഇല്ല. ഇപ്പൊ ചെയ്യാൻ പോകുന്ന കേസുകളിലായാലും വേറെ കണക്കുകളൊന്നും ഇല്ല. അത് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിരുന്നു അല്ലെ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ മോഡൽ ചെയ്തിരുന്നു. നമ്പർ ഓഫ് മോൾസ് ഇത്ര മോളിന് എത്രയാണ് ഇത്ര. പുതിയ കെമിസ്ട്രി അല്ല സത്യത്തിൽ നമ്മളിവിടെ കെമിസ്ട്രി പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ കണക്കുകൾ ചെയ്തു അല്ലെ? എംപിരിക്കൽ ഫോർമുലയുടെ മുൻപ് കുറെ കണക്കുകൾ ചെയ്തു ഇല്ലേ? ചെയ്തിരുന്നോ? അത് പുതിയ കെമിസ്ട്രി ഉണ്ട് അവിടെ സത്യത്തില് ഇല്ല. ആറ്റത്തിനും മോളിക്യൂളിനും പകരം മിഠായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 4ാം ക്ലാസ്സിൽ ചെയ്യണ എന്തായി? വഴി കണക്കായി. ശരിയല്ലേ? ആണോ? ആറ്റം മോളിക്യൂൾ എന്നുള്ളതിന് പകരം മാഷ് ഡയറി മിൽക്കുന്നോ മറ്റെന്തെങ്കിലും കോഴിമുട്ടോന്നോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായി? 4ാം ക്ലാസ്സിലെ കണക്കായി. പുതിയത് വല്ലതും പഠിക്കാനുണ്ടോ? ഇല്ല. ചെറിയ വ്യത്യാസം വന്ന എന്താ? മിഠായിക്ക് പകരം എന്തായി? നമ്പർ ഓഫ് മോൾസ് ആയി അല്ലെ? ആറ്റംസ് ആയി, മോളിക്യൂൾസ് ആയി. പിന്നെ നമ്പർ കുറച്ച് എന്തായി? നമ്പർ കുറച്ച് വലുതായി. എന്തായിരുന്നു വലിയ നമ്പർ വന്നുകൊണ്ടിരുന്നത്? 6.02 ഒക്കെ വന്നു, പോയിന്റ് വന്നു, പവറുള്ള നമ്പറുകൾ വന്നു. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ. ബേസിക് കാൽക്കുലേഷൻസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഇവിടെ ഒരു വ്യത്യാസവും ഇല്ല. ഇനി ഒരെണ്ണം കൂടെ ഞാൻ വെറുതെ എടുത്താണ്. 1.7 മിഠായിക്ക് 6.2. അപ്പൊ നിങ്ങളുടെ കയ്യില് 3.8 രൂപ ഉണ്ടെങ്കിൽ എത്ര മിഠായി കിട്ടൂടാ? 1.7 × 3.8/6.2. കറക്റ്റ് അല്ലേ? ഇത്രയും മിഠായി അല്ലേ കിട്ടുക? വല്ല വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസം. ഈ കണക്ക് ക്ലിയർ ആണല്ലോ. സ്റ്റോഷിയോമെട്രി എന്താന്നുള്ളതും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സ്റ്റോഷിയോമെട്രി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള നമ്പറുകളാണ് ചോദ്യം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇന്നലെ ചെയ്ത കണക്കെടുത്ത് ചെയ്ത് പഠിച്ചുകൊണ്ടെന്താ ഇനി നോക്കാൻ വരുമ്പോ ഇല്ലേണ്ടിരിക്കോ? ബുക്ക് എടുക്കാൻ മറന്നവരും വിട്ടുപോയവരും എഴുതാൻ വിട്ടുപോയവരും വായിച്ച് അയക്കാത്തവരും ഒക്കെ എണീറ്റുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ എണീറ്റുന്നത് 10 മിനിറ്റ് നിന്നിട്ട് അവസാനിപ്പിക്കാം. സാധനം ഉണ്ടോ നോക്കിയേ കയ്യില്. ഞാൻ നോക്കാൻ വരുമ്പോ ബുക്ക് സാധനം ഇല്ലെങ്കിൽ എന്നെ തല്ലിടൂട്ടാ. മനസ്സിലായോ? സാധനം ഉണ്ടോ നോക്ക് കയ്യിൽ. സാധനം കയ്യിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടാ? പക്ഷെ പറഞ്ഞിരുന്നു പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു വോയിസ് അയക്കുക. മനസ്സിലായ? ഇവന്റെ വീട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ടോ? പഠിക്കണം കേട്ടോ. പക്ഷെ ഇന്നേക്ക് പഠിച്ചോണ്ടെന്താ? എനിക്കൊന്നും പഠിക്കാനില്ല. ഇന്നലത്തെ പഠിച്ചിട്ടുണ്ടോ? ഇന്നലേക്ക് ഇന്നലത്തെ പഠിക്കണം കേട്ടോ. അത് പറ്റില്ല കേട്ടോ. അവിടെ ആരിലേക്ക് ഒരു ദിവസം വിട്ട് കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം എന്ത് ചെയ്യണം? ശരി കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഓൾറെഡി പറഞ്ഞു നിർത്തിയത് എഴുതാം. ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം വേണ്ട നമുക്ക്. ഹൗ മെനി മോൾസ് ഓഫ് നൈട്രജൻ ആർ നീഡഡ്? ഹൗ മെനി മോൾസ് ഓഫ്, ശ്രദ്ധിക്കേട്ടോ, നന്നായി ശ്രദ്ധിക്കുക. ഹൗ മെനി മോൾസ് ഓഫ് നൈട്രജൻ ആർ നീഡഡ്? ഹൗ മെനി മോൾസ് ഓഫ് നൈട്രജൻ ആർ നീഡഡ്? How many moles of nitrogen are needed to produce 8.2 moles of NH3? How many moles of nitrogen are needed to produce 8.32 moles of NH3 by reaction with hydrogen? By reaction with hydrogen. നല്ല പ്രാക്ടീസ് വേണ്ട സാധനങ്ങളാണ് കേട്ടോ. By reaction with ഹൈഡ്രജൻ. ചോദ്യം മനസ്സിലായി എടുക്കണം. എന്താ ചോദ്യത്തിൽ പറയുന്നത്? 8.2 മോള് എന്ത് കിട്ടണം? NH3 കിട്ടണം. അതിന് വേണ്ട എന്തിന്റെ അളവാണ് ചോദിക്കേണ്ടത്? ഹൗ മെനി മോൾസ് ഓഫ് നൈട്രജൻ? ആരുടെ കൂടെ റിയാക്ട് ചെയ്തിട്ട്? ഹൈഡ്രജന്റെ കൂടെ റിയാക്ട് ചെയ്യും.
ഹൈഡ്രജന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര മോള് അമോണിയ കിട്ടണം? 8.2 മോള് അമോണിയ കിട്ടണം. അതിന് വേണ്ട എന്തിന്റെ അളവാ ചോദിക്കണേ? നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് ചോദിക്കണേ. അതിന് വേണ്ട എന്തിന്റെ അളവാ ചോദിക്കണേ? നൈട്രജന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മളോട് ചോദിക്കുന്നവര്. കുഴപ്പമില്ലല്ലോ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. എന്താ ബാലൻസ്ഡ് ഇക്വേഷൻ? നൈട്രജൻ ആരുടെ കൂടെ റിയാക്ട് ചെയ്യണം? ഹൈഡ്രജന്റെ കൂടെ റിയാക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് കിട്ടണം? NH3 കിട്ടണം അല്ലെ? ഇത് എഴുതി വെച്ചിട്ട് ഓടിപ്പോടി ചെയ്യാൻ പാടുമോ? ഇല്ല. ഇതിനാദ്യം എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. മാഷ് പറഞ്ഞു എല്ലാ സ്റ്റോഷിയോമെട്രി കണക്കുകളും എവിടെയാ ചെയ്യുന്നത്? ബാലൻസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ഇറ്റ് ഷുഡ് ബാലൻസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്തിലേക്ക് കടക്കാൻ പാടുള്ളൂ? കണക്കുകളിലേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ. ബാലൻസ് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. ബാലൻസ് ചെയ്യാം. ഇതിന്റെ ഇക്വേഷൻ പറഞ്ഞത് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. ഈ പ്രോസസ്സിന്റെ പേരെന്താ? നൈട്രജനും ഹൈഡ്രജനും അമോണിയ കിട്ടുന്ന പ്രോസസ്സിന്റെ പേര് ഹേബർ പ്രോസസ്. എവിടെ നമ്പർ ഇടണ്ടേ? എന്നിന്റെ അവിടെ എത്ര തന്നെയാ? 1 അല്ലെ? ഇവിടെ എത്ര ഇടണം? 3. ഇവിടെ എത്ര ഇടണം? 2. അറിയാലോ? അപ്പൊ 2 നൈട്രജൻ. എത്ര നൈട്രജൻ പറയേ? 2 നൈട്രജൻ. 3 2 6 ഹൈഡ്രജൻ. 3 2 6 ഹൈഡ്രജൻ. കുഴപ്പമില്ലല്ലോ. സാധനം എന്തായി? ബാലൻസ്ഡ് ആയി. ആകാശ, ഈ ഇക്വേഷനിന്ന് എന്താ മനസ്സിലാവണം? ഒന്ന് പറഞ്ഞ്. നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം ഇതിന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ഇത് ആരൊക്കെ എന്ത്, ആര് എത്രയൊക്കെ, ആരുടെ കൂടെ എത്രയൊക്കെ എന്തൊക്കെ കിട്ടും, അങ്ങനെ ഒന്ന് പറഞ്ഞേ. ആ ഇക്വേഷനിന്ന് നമുക്ക് എന്ത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും? നേരത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പറഞ്ഞ മാഷ് എഴുതി. എത്ര നൈട്രജൻ മോളിക്യൂളാ? 1 വെരി ഗുഡ്. എത്ര ഹൈഡ്രജൻ മോളിക്യൂളാ ആദ്യത്തെയാ? 3. ശരിയല്ലേ? അപ്പൊ ഒന്നത് ഒരുമിച്ച് പറഞ്ഞ ആകാശേ. 1 മോൾ ഓഫ് നൈട്രജൻ അല്ലേ? വെരി ഗുഡ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നൈട്രജൻ മോളിക്യൂളിന് 3 ഹൈഡ്രജൻ മോളിക്യൂള് വേണം അല്ലേ? അങ്ങനെ ചേരുകയാണെങ്കിൽ നമുക്ക് 2 അമോണിയ മോളിക്യൂള് കിട്ടും. അവൻ കുറച്ചുകൂടെ കേട്ടി പറഞ്ഞു. കറക്റ്റ് ആണ്. എന്താ ഇതിന്റെ മീനിങ്? എന്താ പറഞ്ഞ ആകാശം? പറഞ്ഞു തീർത്തേ. 1 മോള് നൈട്രജൻ മോളിക്യൂള് 3 മോള് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോ നമുക്ക് 2 മോൾ എന്ത് കിട്ടും? അമോണിയ കിട്ടും. നമുക്ക് 2 മോൾ എന്ത് കിട്ടും? അമോണിയ കിട്ടും. കറക്റ്റ് അല്ലേ കണക്ക്? ഇങ്ങനെ വേണം നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ. ഇനി 1 മോൾ നൈട്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞ നമ്പറിൽ 1 മോൾ നൈട്രജൻ മോളിക്യൂൾ ഹൗ മെനി? ഇവിടെ ശ്രദ്ധിക്കുക. ഇവരൊക്കെ ശ്രദ്ധിക്കുക. എഴുതിയെടുക്കാൻ പറ്റേ സമയം തരാൻ പക്ഷേ എന്താ? 6.022 into 10⁻23. ശരിയല്ലേ? എനിക്ക് പോകേണ്ട കാര്യം തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. 1 മോൾ നൈട്രജൻ 3 മോൾ. അപ്പം ബീജോ മാഷ് വേറെ ചോദ്യം ചോദിക്കട്ടെ. 1 മോൾ നൈട്രജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ എത്ര മോൾ അമോണിയ കിട്ടും? 2 മോൾ. നോക്കി അറിഞ്ഞൂടെ അല്ലേ? 1 മോൾ നൈട്രജൻ 1 മോൾ നൈട്രജൻ പ്രൊഡ്യൂസ് എത്രയാ? ഉറക്കം പറഞ്ഞേ. എനിക്കിതാണല്ലേ പേര്. ഉറക്കം പറഞ്ഞേ. 2 മോൾ അല്ല, 1 മോൾ നൈട്രജൻ വിൽ പ്രൊഡ്യൂസ് 2 മോൾ അമോണിയ. നമുക്ക് എത്ര മോള് അമോണിയ വേണ്ടത്? അതായത് ഒരു മിഠായിക്ക് എത്ര രൂപ? 2 രൂപ. നമ്മുടെ എത്ര രൂപയുണ്ട്? 8.3 രൂപയുണ്ട്. സോ എത്ര മിഠായി കിട്ടും? 8.2 അല്ല, 8.2 രൂപ. ഓക്കെ, അപ്പൊ എത്ര മിഠായി കിട്ടും? പറഞ്ഞേ 8.2 into 1/2. ഇത്ര വലിയ കണക്കാണോ? മനസ്സിലായോ? മിഠായി കണക്ക് മനസ്സിലായോ? ആര്യാസിന് മനസ്സിലായോ? ഈ മിഠായി കണക്ക് പഠിക്കണോട്ടോ. കെമിസ്ട്രി ഒന്നും പഠിക്കാനില്ലേ? കെമിസ്ട്രി ഇക്വേഷൻ എഴുതുക, ഈ നമ്പർ എഴുതുക, ബാക്കിയൊക്കെ മിഠായി കണക്കാ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? 2 മോൾ NH3 2 മോൾ അല്ല, 2 മോൾ ഇങ്ങനെ കൊണ്ടുവരും അല്ലെ? 1 മോൾ തിരിച്ചെഴുതാതെ സൗകര്യം. ഓക്കെ, 2
മോൾ NH3 റിക്വയർ. എഴുതുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. എന്താ 2 മോൾ NH3 എഴുതിന്റെ അർത്ഥം എന്താ? 2 മോൾ NH3 ഉണ്ടാവണമെങ്കിൽ വേണം. ആ റിക്വയർ വെച്ചാൽ എന്താ? ആവശ്യമാണ് അല്ലേ? അപ്പൊ മുന്നിലൊരു വാക്ക് കൊടുത്തോ. എന്താ? ടു പ്രൊഡ്യൂസ്. എന്താണ്? വായിച്ചപ്പോ ടു പ്രൊഡ്യൂസ് 2 മോൾ NH3 റിക്വയർ 1 മോൾ ആരാ? നൈട്രജൻ അല്ലേ? ഈസി ആയിട്ടുള്ള കണക്കാണ്. Therefore പറഞ്ഞോ, നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യണ്ടടാ? ടു പ്രൊഡ്യൂസ് 8.2 മോൾ ഓഫ് ആരാ? NH3 is equal to കണക്ക് പറഞ്ഞേ ആരാ പറയുന്നത്? ഇതിനൊന്ന് പറഞ്ഞേ. അതിനൊന്ന് സോൾവ് ചെയ്യും. 2ന് 1 8.2 എത്രയാ പറഞ്ഞോ? 8.2 ഇൻറ്റു 1/2 ചെയ്യുമ്പോ എത്ര വരിക? 4.1 മോൾ ആരെ? നൈട്രജൻ. ശരിയല്ലടാ? 2ന് എത്രയാ? അത് ഈ 2ന് എത്രയാ? അപ്പൊ 8.2 നേരെ പകുതിയാ കണക്ക്. അത് ഇങ്ങനെ ചെയ്യാ. കാരണം ഇവിടെ വേറെ നമ്പറുകളൊക്കെ വന്ന് പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും മാഷെ നൈട്രജൻ നോക്കല്ല, ഹൈഡ്രജൻ വേണ്ടേ? ഹൈഡ്രജൻ വേണം. 1 മോൾ നൈട്രജന് എത്ര മോൾ ഹൈഡ്രജൻ വേണം? അത് അത്രയും ഹൈഡ്രജൻ ഉണ്ടെങ്കിലേ എത്ര കിട്ടുള്ളൂ? 2 മോൾ അമോണിയ കിട്ടുള്ളൂ. നമ്മളിവിടെ ഹൈഡ്രജന്റെ കാര്യം വല്ലതും പറഞ്ഞെന്താ? ഇല്ല. അപ്പൊ ആവശ്യത്തിന് എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. അതിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട. ഇനി അവര് പറയാ ആവശ്യത്തിന് ഹൈഡ്രജൻ ഇല്ലെങ്കിലോ, അപ്പൊ കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കും. ഇല്ല കേട്ടോ, അത് പിന്നെ പറയാതെ വരുന്നുണ്ട്. നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുക. എനിക്ക് നമുക്ക് വരാം. ഇപ്പൊ ആവശ്യത്തിന് എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ കണക്ക് ഇത് നോക്കും. ഇത് പുതിയ കാര്യമാണോ എന്ന് ആലോചിക്കുക. പുതിയ കാര്യമാണോ? അല്ല, പുതിയ കാര്യമല്ല അല്ലേ? പുതിയ കാര്യമല്ല. ഇവിടെ വേറെ എന്തെങ്കിലും പേര് കൊടുത്തു കഴിഞ്ഞത് സാധാരണ വഴി കണക്കാണ്, മിഠായി കണക്കാണ്. ശരിയല്ലേ? വേറെ എക്സ്ട്രാ വല്ല കെമിസ്ട്രി പഠിപ്പിക്കണ്ടേ? പക്ഷെ കെമിസ്ട്രി എന്ന് പറയണത് എന്ത് എഴുതണം? ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. അതിനെ എന്തൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യണം? ആ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ വെച്ചിട്ടൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യണം. ഈ പോർഷൻ ഏത് കുട്ടിക്കും ചെയ്യണല്ലോടാ. ഈ ഭാഗം ഏത് കുട്ടിക്കും ചെയ്യാൻ പറ്റണല്ലേ? ആണോ? അത് നമ്മൾ ഇങ്ങനെ എഴുതാനുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ ഡീപ്പായിട്ട് എന്ത് ചെയ്തിരുന്നു? പ്രാക്ടീസ് ചെയ്തിരുന്നു. പെട്ടെന്ന് സിഗ്നീർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. കുഴപ്പമില്ലല്ലോ. ഐശ്വര്യയുടെ ചോദ്യം ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ഇനി ടൈറ്റായി വരും കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണ്ട. സെറ്റ് തിയറി പഠിപ്പിച്ചു അല്ലെ മാത്സിലും? ആ സാധനമാണോ ഈ സാധനം? ഇപ്പൊ ഈ കെമിസ്ട്രി ഇതുവരെ എടുത്തതാണോ? കമ്പാരിറ്റീവ്ലി കോംപ്ലിക്കേറ്റഡ് നിങ്ങൾക്ക് ഏതാ തോന്നണേ? ഈ കെമിസ്ട്രി നമ്മൾ പറഞ്ഞാണ് എംപിരിക്കൽ ഫോർമുല, അത് ഇത് കാൽക്കുലേഷൻസ് അവിടെ പറഞ്ഞാണോ ഇത് പറഞ്ഞാണോ? ഏതാ കൂടുതൽ ബുദ്ധിമുട്ട് തോന്നാൻ? ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. കെമിസ്ട്രി ആണോ മാത്സ് ആണോ? സെറ്റ് ആണോ ബുദ്ധിമുട്ടായിട്ട് തോന്നണേ? ഏതൊക്കെ സെറ്റ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്? കൈവന്നിച്ച് ഒന്നിട്ട് വെറുതെ അറിയാൻ വേണ്ടിട്ടാ. 1 2 3 4 5 പേര്. ഇത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ് മാഷ എഴുതുന്നത് തോന്നണോ? കൈവന്നിച്ച് ഈ കാൽക്കുലേഷൻസ് 1 2 പറയാം കൂടെ. കെമിസ്ട്രിയാണ് ബുദ്ധിമുട്ടെന്നോ? ഇപ്പൊ ഇതാണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. 1 3 ഉണ്ട്. 4 5 6 7 8 9 അവിടെ അവർക്കൊരു അഭിപ്രായമില്ലേ? ഒരു അഭിപ്രായമില്ല അതിന് കൈവന്നിച്ച്. അങ്ങനെയും കൈവന്നു നോക്കട്ടെ. ഒരു അഭിപ്രായവും ഇല്ല മാഷെ. 2 എളുപ്പമാണ് അല്ലെങ്കിൽ 2 ബുദ്ധിമുട്ടാണ്. കൈവന്നിക്ക് ഒരു അഭിപ്രായവും ഇല്ല. 2 കണക്കാണ്. 2 കണക്കാണ്. ആരും കണക്കാണ് എന്നുള്ള മോഡാണോ? ഞാനും കണക്കാണ്. മാഷ് പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാലേ, സെറ്റ് നമ്മൾ പരിശീലിച്ചു. മാഷിന്റെ ഒപ്പീനിയൻ പ്രകാരം ഏതാ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നണേ? ഈ സാധനമാണ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നണേ കമ്പാരിറ്റീവ്ലി. എനിക്കിട്ടാ ഇവിടെ കൂടുതൽ ആളുകളും അതിനാണ് കൈവന്നിച്ച്. ശ്രദ്ധിക്കുക, സെറ്റ് ഫുൾ അടിക്കാൻ പറ്റിയ പരിശീലിച്ചിട്ട് ഒരാൾക്ക് പറ്റി, അത് പ്രത്യേകം പറയണം. അത് പോട്ടെ, അവനത് അടുത്ത പറ്റിക്ക് നിലനിർത്തണം. ആളെവിടെയാ എന്താ മാർക്കൊക്കെ പോവാ? എത്ര നേരം ഉണ്ടോ? ഒരു ദിവസം മതിയിട്ടാ. ഒരു പരീക്ഷ എടുത്തപ്പോ മാർക്ക് പോകും. അത് വേറെ കാര്യം. ഉള്ളു കിട്ടുമ്പോ അങ്ങനെ പ്രശ്നമുണ്ട്. മാർക്ക് കിട്ടുമ്പോ ഭയങ്കര പ്രശ്നമാണ്. എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലസ് ടു കാരോട് ഞാൻ 3 4 പിള്ളേർ വിളിച്ചിരുത്തി പറയുന്നത് നല്ല മാർക്കൊക്കെ മേടിച്ചിട്ടുണ്ടാവും. നല്ല മാർക്കൊക്കെ കിട്ടിയപ്പോ ക്ലാസ്സിൽ എന്ത് തുടങ്ങി? എന്താ പറയാ, ഇങ്ങനെ എന്താ പറയാ, കുറച്ച് നാടൻ ഭാഷയിൽ പറയാൻ നേരങ്ങളിൽ തുടങ്ങിയിരുന്നിട്ട് മാർക്ക് കിട്ടിയതിന്റെ കുറച്ച് അഹങ്കാരം തലക്കി പിടിച്ചിട്ട് അപ്പൊ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ സബ്ജക്ട് എടുക്കുമ്പോ അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. കൊച്ചൻ കയറി തുടങ്ങി അപ്പൊ തന്നെ എന്ത് ചെയ്യും? അപ്പൊ തന്നെ താഴെ പോവും. അതൊരു സംശയമില്ല. ഞാനോട് നിലവിളി ചേർത്തിട്ട് പറഞ്ഞു, ഈ കളി കളിക്കണ്ട. ഈ കളി കളിച്ച് കിട്ടണ മാർക്ക് എന്താ അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും കഴിയും എന്തെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ കൊണ്ടടിക്കാൻ പറ്റിയ
ഒരാൾക്ക് പറ്റുള്ളൂ, ബാക്കി ആർക്കും പറ്റിയില്ല അല്ല, മാർക്ക് ചോർന്നില്ലേ? ഇതിന്നും എന്ത് ചെയ്യും? മാർക്ക് ചോരും. മാഷിന്റെ അഭിപ്രായത്തില് അത് പഠിച്ചേക്കാളും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് ഏത് പഠിക്കണം? നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കണം. ഇത് പതുക്കിനി എന്തിലേക്ക് പോവാണ്? നമ്മൾ എക്സാമിലേക്ക് പോവാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ, കഴിഞ്ഞു. സ്റ്റോഷിയോമെട്രിയുടെ കണക്കുകൾ 2 ദിവസം, കോൺസെൻട്രേഷന്റെ കണക്കുകൾ 2 ദിവസം, 4 ക്ലാസ് അപ്പോഴും വേണം. 4 ക്ലാസ് അല്ലെങ്കിൽ 3 ക്ലാസിന്റെ ഉള്ളിൽ ചാപ്റ്റർ എന്ത് ചെയ്യും? തീരും. അപ്പൊ ഇത് ആദ്യം മുതൽ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. മനസ്സിലാവണ്ട. മാഷ് പരീക്ഷ പറഞ്ഞിട്ട് അതിന്റെ തലേദിവസം പഠിച്ചിട്ട് മാർക്ക് മേടിക്കാം, സ്കൂളൊന്നും ഇല്ലല്ലോ, കാലത്തോട്ട് വൈകുന്നേരം വരെ പഠിക്കാം. അങ്ങനെ വിചാരിച്ച് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കോർ ചെയ്യാൻ പറ്റില്ല. കിട്ടണ്ട കയ്യോടെ തന്നെ അതിന് എന്ത് വയ്ക്കണ്ട, എക്സാം വയ്ക്കണ്ട. അപ്പൊ ഇന്നോട്ട് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക? ആദ്യം എടുത്ത ഭാഗമില്ലേ, ഹോമോജീനിയസ്, ഹെട്രോജീനിയസ്, എലമെന്റ്, കോമ്പൗണ്ട്, ആറ്റം, AMU എന്നൊക്കെ പറഞ്ഞാൽ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ, എന്തായി? 4.1 മോള് കിട്ടിയ 4.1 മോൾ നൈട്രജൻ ആണ്. അടുത്ത് എഴുതാൻ നമുക്ക് ഹൗ മെനി മോൾസ് ഓഫ് അയൺ ക്യാൻ ബി മെയ്ഡ് ഫ്രം? ഹൗ മെനി മോൾസ് ഓഫ് അയൺ ക്യാൻ ബി മെയ്ഡ് ഫ്രം? How many moles of iron can be made from Fe2O3? How many moles of iron can be made from Fe2O3 by the use of how many moles of iron can be made from how many moles of can be made from Fe2O3 by the use of 16 mole by the use of 16 mole by the use of 16 mole of carbon monoxide in the following reaction. ആലോചിച്ച് ചെയ്യാട്ടോ, തന്നെ കൂട്ടണ്ട. ഇക്വേഷൻ അതിന് ബാലൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? Fe2O3 plus അന്നിവിടെ അങ്ങനത്തെ സാധനം അല്ല, വലിയ സാധനം പൊട്ടി നോക്കിയ കഴിഞ്ഞിട്ട് പുതിയ ഐറ്റം. Fe2O3 plus 3CO become എന്താ? 2Fe plus 3CO2. 2Fe plus 3CO2. ഇതോട് കൂട്ട് തിന്നാളാ അല്ല, ഇതെന്തെങ്കിലും മുമ്പ് പൊട്ടിച്ച് പറഞ്ഞു. ഇതെവിടുത്തെ അമ്പല പള്ളിയോ? പള്ളിയാ പോകില്ലേ? പള്ളിയാണ്. ടയർ പൊട്ടിയതാ? ശരി, ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചാന്ന് വിചാരിച്ചേ. അപ്പൊ ടയർ പൊട്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് പോയി സൗണ്ട് ആയിരിക്കണം അല്ലേ? ഇപ്പൊ ഈ ഒരു പരിപാടി വരുന്നില്ലേ? എന്തോ അടുത്ത മാസം അല്ലേ? എന്തോ ഒരു ഊട്ടിന്റെ പരിപാടിയൊക്കെ വരുന്നത്. എന്താ തോറാനിയാ ദുഃഖറാനിയാ? അടുത്ത മാസമാണ് ഊട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടി കൂട്ടുകാരോട് പോയിപ്പോ. ഊട്ടിന് പിരിവിന്റെ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി വിടാന്നൊക്കെ പറഞ്ഞിട്ട് 1-2 പോയി തമാശക്ക്. അതെന്ത് സെന്റ് തോമസ് ഡേ ആന്ന് തോന്നുന്നു അല്ലേ? അത് ജൂണിലല്ലേ? ഇപ്പൊ അല്ല, ജൂലൈ 3 അല്ലേ? അതിന്റെ അല്ല, ഞാൻ ഇന്ത്യ വിചാരിച്ചു. എന്താ ഇത് നടപടിയാവോ നിങ്ങളെ കൊണ്ട് വല്ലതും? ചോദ്യം വായിച്ചു നോക്കിയേ. ഹൗ മെനി മോൾസ് ഓഫ് അയൺ ക്യാൻ ബി മെയ്ഡ് ഫ്രം? എത്ര മോള് അയൺ ഉണ്ടാക്കാം? എവിടുന്ന്? By the use of 16 mole of carbon monoxide. 16 മോള് കാർബൺ മോണോക്സൈഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മോള് പറയും ജെസ്, എത്ര മോളാ? ചോദ്യം നോക്ക്. 16 മോള് കാർബൺ മോണോക്സൈഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മോള്? ഉത്തരം പറയാനല്ല പറയുന്നത്, ചോദ്യം പറയുന്നത്. എത്ര മോള് അയൺ ഉണ്ടാക്കാം? എന്ത് തന്നിട്ടുണ്ട് അവര്? എന്ത് തന്നിട്ടാ? ഇക്വേഷൻ അല്ല, ബാലൻസ്ഡ് ഇക്വേഷൻ വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ പണി കുറെ കുറഞ്ഞു ബാലൻസ് ചെയ്യേണ്ട കാര്യം. ഇതിന്റെ കണക്കൊന്ന് പറഞ്ഞേ. അവിടെ വരെ ചോദിച്ചു, ഇവരോട് ചോദിച്ചിട്ടില്ല. എബിൻ പറഞ്ഞു. പിന്നെ ഇതിനെങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതാ അത് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നിങ്ങൾ കേട്ടോ. ഈ ഇക്വേഷൻ ഉത്തരത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും എഴുതിയെടുത്ത് പഠിച്ചോളൂ കേട്ടോ. പറയുന്നവന് ഈ ചോദ്യത്തില് നമുക്ക് എത്ര സാധനങ്ങൾ ഉണ്ട്? ഇതിൽ മൊത്തം എത്ര വേണ്ടടാ? 3, 1, 2, 3, 4 അല്ലടാ, 4 ഐറ്റംസ് ഉണ്ട്. ഈ 4 ഐറ്റംസില് ആരൊക്കെ തമ്മിലുള്ള സാധനം അവർ ചോദിച്ചാണ്. ഏതൊക്കെ നമുക്ക് ആവശ്യമാണ്? കാർബൺ മോണോക്സൈഡും പിന്നെ അയേണും അല്ലടാ മക്കളെ?
ഈ ചോദ്യത്തിലേക്ക് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡും അയണിന്റെയും കാര്യമാണ്. ശരിയാണോ? ശരിയല്ലേ? അതെ. പറഞ്ഞത് ഇവരുടെ കണക്ഷൻ ഓൾറെഡി എങ്ങനെയാണ് എടുക്കണേ? ഓൾറെഡി എങ്ങനെയാണ് എടുക്കണമെന്ന് പറഞ്ഞേ. ഇവിടെ ബാലൻസ്ഡ് ആണ് കണക്ക്. ഇനി ഇന്റർപ്രിട്ടേഷൻ പറ. പറഞ്ഞോ. 1 mole of Fe2O3 അല്ലേ? അത് മാഷ എഴുതുന്നില്ല, കാരണം നമുക്കത് ആവശ്യമില്ല. അത് പറയുന്നുണ്ട് പക്ഷേ കേട്ടോ. പിന്നെ 1 mole Fe2O3 കറക്റ്റ് ആണ്. പിന്നെ 3 mole CO, 3 mole CO, വെരി ഗുഡ്. പിന്നെ 2 mole Fe. മറ്റേത് എത്രയാ? 3 mole കാർബൺ ഡൈ ഓക്സൈഡ്. ശരിയല്ലേ? അപ്പൊ ജസ്വിനെ ഒന്ന് പറഞ്ഞേ, ഇവിടുത്തെ ബേസിക് കണക്ക് എന്താ? 3 mole കാർബൺ മോണോക്സൈഡ് നമുക്ക് 2 mole Fe മെത്തേഡ്. എതിർപ്പില്ലല്ലോ? നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടോ എന്ന് എനിക്കറിയാം. ഡീറ്റെയിൽ പറയാം. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ടു പ്രൊഡ്യൂസ് എത്രയാ? ടു പ്രൊഡ്യൂസ് 2 mole Fe. To produce 2 mole Fe require, പറയൂ, require എത്രയാ? 3 mole കാർബൺ മോണോക്സൈഡ്. എതിർപ്പുണ്ടാ? ഇല്ല. ആര്യസ് പറഞ്ഞ ആര്യസേ. അപ്പോ ടു പ്രൊഡ്യൂസ് എത്ര മോൾ ആര്യസ് ഇവിടെ വേണ്ട നമുക്ക്? ചോദ്യം വായിച്ചു. ഇവിടെ എത്ര മോള് Fe കിട്ടണം നമുക്ക്? അല്ല സോറി, ടു പ്രൊഡ്യൂസ് അല്ല അല്ലെ? ഒരു മിനിറ്റ് തിരിച്ചെഴുതിയാ മതി. എങ്ങനെ എഴുതണ്ടേ? 3 mole കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ്. ശരിയല്ലേ? പറഞ്ഞേ. 3 mole കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് 2 mole Fe. ആണോടെ മക്കളെ? ശരിയല്ലേ? ഇനി ആര്യസ് പറഞ്ഞ ആര്യസ്, നമുക്ക് ഇവിടെ എത്ര മോള് കാർബൺ മോണോക്സൈഡ് ഉണ്ട്? ചോദ്യം വായിക്കേ. ഹൗ മെനി മോൾ കാർബൺ മോണോക്സൈഡ്? 3 എവിടെയാണ് ചോദ്യത്തിൽ? 3 എന്നുള്ള നമ്പർ കിട്ടിയിട്ടോ. ചോദ്യം വായിച്ചു നോക്കിയ ആര്യസ്. ഹൗ മെനി കിട്ടിയോ? 16 ആണ്. എങ്ങനെയാണ് ആര്യസ്? ചോദ്യം നോക്കിയേ. ഹൗ മെനി മോൾസ് ഓഫ് അയൺ? എത്ര മോള് അയൺ ഉണ്ടാക്കാം? Can be made from Fe2O3 by the use of എന്താ? 16 മോള് കാർബൺ മോണോക്സൈഡ്. എന്താ അതിന്റെ അർത്ഥം? 16 മോള് വെച്ചിട്ട് അയൺ എത്ര എന്നുള്ള വാക്കൂടെ വെച്ചേ. അപ്പൊ 16 മോള് ട്രൈ ചെയ്യേ. ഇന്നത്തെ ക്ലാസ് കേൾക്കണ്ടാകും, ഇവർക്ക് മനസ്സിലാവുന്നില്ല. എന്താ 16 മോള് വായിക്കട കാർബൺ മോണോക്സൈഡ് വെച്ചിട്ട് എത്ര മോള് അയൺ ഉണ്ടാക്കാം? ഇതല്ലേ ഉള്ളൂ. അതില് ചോദ്യം. ശരിയല്ലടാ? 16 മോള് കാർബൺ മോണോക്സൈഡ് വെച്ചിട്ട് എത്ര മോള് അയൺ ഉണ്ടാക്കാം? അപ്പൊ ഇവിടെ എന്ത് എഴുതണ്ടേ മാഷ്? 3 മോള് വെച്ചിട്ട് എത്ര ഉണ്ടാക്കാം? അപ്പൊ എന്ത് എഴുതണ്ടേ? 3 പറഞ്ഞു കറക്റ്റാണ്. 16 മോള് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് എത്രയാ? പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാൽക്കുലേഷൻ ചെയ്യണം അല്ലേ? ശരിയല്ലടാ മക്കളെ? കുട്ടികൾക്ക് മനസ്സിലായ അക്സയല്ല നികുതിയാണല്ലേ? അവിടെ പോയി പ്ലസ് ടു കൂട്ടി കേസിന്റെ പോലെ തന്നെ കാണാൻ. ചിലപ്പോ ആര് വിളിക്കും. ഇന്നലെ നിന്റെ പേരെന്താ? നികിത അല്ലെ? ഇന്നലെ ഞാൻ അവിടെ നികിത വിളിച്ചോണ്ടിരിക്കുക. എന്നിട്ട് അവള് നോക്കട്ടെ ക്ലാസ് കഴിഞ്ഞിട്ട് പേര് ആഡ് ചെയ്യാൻ. അപ്പൊ 16 മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണക്കൊന്ന് പറഞ്ഞടാ. ആരാ പറയുന്നേ? ആൽബർട്ടിന്റെ അവിടെ പറഞ്ഞു. 2 into വെരി ഗുഡ് 2 into 16. അത് സെറ്റ് ആയിട്ടില്ല എല്ലാവർക്കും? വലിയ സന്തോഷം. by 3. ആ ഉത്തരം കൂടെ ഒന്ന് പറഞ്ഞേ. ചെയ്തിട്ടുണ്ടാ? 1.67 മോൾസ് ഓഫ് ആരാ? 10.67 10.67 മോൾസ് ഓഫ് ആരാ? പറയാൻ പറ്റേ ആരാ? Fe. അപ്പൊ എത്ര മോള് Fe ഉണ്ടാക്കാം? 16 മോള് കാർബൺ മോണോക്സൈഡ് വെച്ചിട്ട് പറയടാ. 10.67 മോൾസ് എന്തുണ്ടാക്കാം? Fe ഉണ്ടാക്കാം. പ്രശ്നമില്ലല്ലോ, ഈസി അല്ലേ? അത് ചെയ്ത് അവസാനിപ്പിച്ചേ. ഇനി അടുത്ത കണക്കോട്ട് മാഷിന്റെ കൂടെ ചെയ്യാൻ പറ്റുമോ? കൂടെ എഴുതി വരാൻ പറ്റുമോ? ഇനി പല രീതിയിൽ വരും കേട്ടോ. മാസാക്കാൻ പറ്റും. മാസത്തിലേക്ക് കൊണ്ടുവരെടുത്ത് മാസന്റെ ചെയ്യാം. മോളുടെ കിട്ടും 10 പോയിന്റ് ആണോടാ? 10 ആക്കിയല്ലോ. 10 പോയിന്റ് കേട്ടാ. എനിക്ക് പറഞ്ഞ ആൻസർ
ചോദ്യം വായിക്കട്ടെ മാഷീന്റെ ചോദ്യം വായിക്കട്ടെ. ചോദ്യം വായിക്കട്ടെ കേട്ടോ. എന്തായിട്ട് ഇതിനെ മനസ്സിലായ സംഗതി? കുഴപ്പമില്ല. അടുത്തത് കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ. ഇതിലേക്ക് ഇരിക്കട്ടെ. കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ഗ്രാംസ് പ്രൊഡ്യൂസ്ഡ്. കാൽക്കുലേറ്റ് the amount of water produced. Calculate the amount of water produced in grams. Amount of water produced in grams by combustion of ഇനി മാസമേ കളി. by combustion of 16 gram CH4. 16 gram. 16 gram CH4. ഈ രീതിയിലാണ് മക്കളെ എന്ത് വന്നത്? നമുക്ക് ചോദ്യം വന്ന് പെട്ടേക്കണേ. 16 gram CH4 അല്ലേ? എത്രയാ? 16 gram CH. ഇത് മാറ്റട്ടെ, ഉത്തരം മാറ്റട്ടെ. കഴിഞ്ഞാൽ മാറ്റിട്ട് കേട്ടോ. ഇനി പതുക്കെ കൂടെ ചെയ്തു തരിക കേട്ടോ. മാഷ എഴുതുന്നതിന്റെ കൂടെ ഗ്യാപ്പ് നോക്കിയിട്ട് എഴുതുക. അങ്ങനെ എഴുതാൻ പറയുമ്പോൾ എഴുതിക്കോ. അങ്ങനെ ഇവിടെ ശ്രദ്ധിക്കാൻ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ. ചോദ്യം നോക്കാം നമുക്ക്. കാൽക്കുലേറ്റ് ദ വായിച്ചേ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഇൻ. ചുരുക്കി പറഞ്ഞാൽ എത്ര ഗ്രാം എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. എന്താ? എത്ര ഗ്രാം വാട്ടർ ഉണ്ടാവും? ആയിക്കോട്ടെ. By the combustion എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റിയാക്ഷൻ വിത്ത് ആരാ? ഓക്സിജൻ. റിയാക്ഷൻ വിത്ത് ആരാ? ഓക്സിജൻ. ഓഫ് എത്ര ഗ്രാമാ? 16 gram CH4. ഇക്വേഷൻ തന്നിട്ടില്ലേ? ഇക്വേഷൻ തന്നിട്ടില്ലേ? ചിലപ്പോൾ ഇക്വേഷൻ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ എഴുതി ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ ഇക്വേഷൻ എങ്ങനെയാ വരിക? കണക്കിലേക്ക് നമുക്ക് വരാം. ബേസിക് ഇക്വേഷൻ വേണ്ട. CH4ന്റെ കമ്പസ്റ്റൻ. അപ്പൊ CH4 ആരുടെ കൂടെ ചേർന്നേ? ഓക്സിജന്റെ കൂടെ ചേർന്നു. പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. ഏതൊരു ഹൈഡ്രോ കാർബണും ഓക്സിജന്റെ കൂടെ കമ്പസ്റ്റൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വാട്ടറും ആരെങ്കിലും വെരി ഗുഡ്, വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും. ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റൂടാ? ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടാ? ഇവിടെ എത്ര ഹൈഡ്രജനാ? അവിടെ എത്ര ഹൈഡ്രജനാ? നടപടിയാവോ? ബാലൻസ്ഡ് ആണോ? ബാലൻസ് ചെയ്യാൻ ചെയ്തിട്ട് ഇവിടെ 4 ഹൈഡ്രജൻ അല്ലേ? ഇവിടെ H2 അല്ലേ? മുന്നില് 2 വരും. മുന്നിൽ എത്ര ഇട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഇവിടെ എത്ര ഓക്സിജനാ? 2 പ്ലസ് എത്ര ഓക്സിജനാ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? 2. ബാലൻസ് ചെയ്തത് കുഴപ്പമില്ലല്ലോ. സിമ്പിൾ അല്ലേ? ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പെർഫെക്റ്റ് അല്ലേ? എവിടെയാ നിർത്തിയേ? എവിൻ പറഞ്ഞേ. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞേ. ഇരുന്ന് പറഞ്ഞാൽ കിട്ടാത്തൊക്കെ ആകുമ്പോൾ എത്തുന്ന മതി. 1 mole CH4. വെരി ഗുഡ്. 2 mole ഓക്സിജൻ പ്രൊഡ്യൂസ്ഡ്. മൊത്തം പറഞ്ഞ എല്ലാം പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ളതില്ലാത്തൊക്കെ പറഞ്ഞു. 2 mole വാട്ടർ. 1 mole CO. കറക്റ്റ് ആണല്ലേ? ശരിയല്ലേ? നന്നായി ശ്രദ്ധിക്കട്ടോ, നിസ്സാരാക്കരുത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഗ്രാമ വേണ്ട അല്ലേ? ഇതൊക്കെ ഇനി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മിക്സ് ആക്കിയിട്ട് ചെയ്യണം നമ്മള്. ബൈ ദ കമ്പസ്റ്റൻ ഓഫ് അഗെയിൻ എന്താ? ബൈ ദ കമ്പസ്റ്റൻ ഓഫ് 16 gram. ഇവിടെ ഇപ്പൊ എന്തിന്റെ കണക്ക് എഴുതിയാണ്? ഇവിടെ ഇപ്പൊ എന്തിന്റെ കണക്ക് എഴുതി പറഞ്ഞേ? ഇന്റർപ്രിട്ടേഷൻ മോളിന്റെ കണക്കാണ് പറഞ്ഞത് അല്ലെ മാഷ? അതുവരെയാണ് പറഞ്ഞത്. മോള് കിട്ടിയാൽ അത് മാസാക്കാൻ പറ്റില്ലേ? 1 മോള് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തിനോട് ഈക്വൽ ആയിരിക്കും? GMM അല്ലെ? 1 മോള് എന്ന് പറഞ്ഞാൽ എന്താ? GMM. നമ്മള് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. എന്താ? 1 GMM ഈക്വൽ ടു 1 മോൾ മോളിക്യൂൾ ഈക്വൽ ടു 6.02 എഴുതി വെച്ചിട്ടുണ്ടാ? കഴിഞ്ഞ ക്ലാസ്സുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ സെക്ഷനാണ് നമ്മൾ എന്തായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്? പ്രോബ്ലം ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ശരിയല്ലേ? 2 മോൾ GMM എത്ര മോളാണ്? ആണോ? എത്ര ഗ്രാമാണ്? അതല്ലേ കഴിഞ്ഞ സെക്ഷൻസിൽ ചെയ്തുകൊണ്ടിരുന്നേ? ആണോ? നിങ്ങൾ പറഞ്ഞേ, കണ്ണടച്ച് പറഞ്ഞേ. 1 മോൾ CH4. ഇനി കാൽക്കുലേഷൻ ഇല്ലേ വേറെ? 1 മോൾ CH4 എത്ര ഗ്രാമാ? 1 മോൾ CH4 എത്ര ഗ്രാമാ? എന്താ ചെയ്യണ്ടേ? മോളിക്യുലർ മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യാം. എന്തുകൊണ്ട്? എത്ര മോളായതുകൊണ്ട്?
ഇവിടെ 2 മോളാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എക്സ്പ്രസ് ചെയ്യോ ഇല്ല കേട്ടോ. അപ്പൊ പറഞ്ഞേ CH4ന്റെ GMF എത്രയാ? 12 4. എനിക്ക് കാൽക്കുലേഷൻ ഫാസ്റ്റ് ആയിട്ടാ. ഈ 12 4 ഒരു പേജിൽ ഒരു ദിവസം നമ്മൾ ഒന്ന് ചെയ്തിരുന്നു അല്ലെ? മോളിക്കുലാർ മാസ് കണക്കാക്കല് ചെയ്തിരുന്നോ? എല്ലാം കൂടെ വരണുണ്ട. നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ കൂടെ വായിക്കപ്പെടുകയാണ് ഈ ചോദ്യം അല്ലേ? അറിയുന്നതാണ്. പറഞ്ഞേ അപ്പൊ 1 മോൾ CH4 എത്ര ഗ്രാമാ? 16 ഗ്രാം CH4. എത്ര ഗ്രാം CH4? അപ്പൊ നമുക്ക് കിട്ടി 16 ഗ്രാം CH4. 2 മോൾ O2. ഇനി മൈൻഡ് കാൽക്കുലേഷൻ ആണ് കേട്ടാ, കൂടെ പിടിക്കണം, ഇടയിൽ വീണ് പോയിരിക്കോ. O2ന്റെ GMM എത്രയാ? അല്ലല്ല, GMM. O2 32 വരിക. O എത്രയാ? 16. 16 പറഞ്ഞു കേട്ടോ. O എത്രയാ? O2 എത്രയാ? 32 ഗ്രാം. എത്ര മോളാ? 32 ഗ്രാം എത്ര മോളാ? 1 മോള്. പുതിയ ആൾക്കാർ ശ്രദ്ധിക്കണം കേട്ടോ, പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാണ് നമ്മള്. ആണോ? 1 മോൾ O2ന്റെ വെയിറ്റ് എത്രയാ? അപ്പോ പറയേ 32 ഗ്രാം. കാരണം എന്താണ്? 1 മോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ എന്ത് കൊണ്ടുവന്നാ മതി? 1 GMM കൊണ്ടുവന്നാ മതി. എന്താ GMM? എന്ത് ഗ്രാം? മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. O2ന്റെ മോളിക്കുലാർ മാസ് എത്രയാ? 32 U അല്ലേ? എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. അപ്പൊ 1 മോൾ എത്ര ഗ്രാമാ? 1 മോൾ ഓക്സിജൻ എത്ര ഗ്രാമാ? 32 ഗ്രാം. അപ്പൊ 2 മോൾ ഓക്സിജനോ? 2 മോൾ ഓക്സിജനോ? ഒരു മിഠായിക്ക് 32 രൂപ. 2 മിഠായിക്ക് എത്രയാ? 32 ഇൻറ്റു 2/1 എത്രയാ? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളില് പ്രോബ്ലംസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഉണ്ടോ? ഓർമ്മയുണ്ടാ? ഇത് എന്തായിട്ട് ചെയ്തിരുന്നു? പ്രോബ്ലംസ് ആയിട്ട് ചെയ്തിരുന്നു. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 64 ഗ്രാം ഓക്സിജൻ ചെയ്തിരുന്നില്ലേ? ശരിയല്ലേ മാഷ് പറയുന്നത്? ചെയ്തിരുന്നോ? ചെയ്യുന്നു. അത് ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എന്ത് വന്നേക്കുക? ഒരു സിംഗിൾ സ്റ്റെപ്പ് ആയിട്ടാ മാറുന്നത്. എതിർപ്പില്ലല്ലോ. അപ്പൊ 2 മോൾ O2 എന്ന് പറഞ്ഞ എത്ര ഗ്രാമാ? പറഞ്ഞേ. 64 ഗ്രാം. 64 ഗ്രാം ആരാ? O2. ചോദ്യങ്ങൾ കയറി വരണണ്ട. അടിയിൽ പണിതന്റെ മുകളിലല്ല, മുകളിലേക്ക് പണിയണേ. ആണോ? മോളിക്കുലാർ മാസ് കണക്കാക്കൽ പഠിച്ചിരുന്നു അല്ലെ? ഒരു ക്ലാസ്സില് CH4 16 കാണാൻ പഠിച്ചിരുന്നു. O2 32 കാണാൻ പഠിച്ചിരുന്നു. അതിനുശേഷം GMM പഠിച്ചു. 1 മോളിൽ ഇത്ര. അപ്പൊ 2 മോൾ എത്ര ഉണ്ടാവും? ഇതൊരു പ്രോബ്ലം സെക്ഷൻ ആയിട്ട് ചെയ്തിരുന്നു. അത് ഒരൊറ്റ ചോദ്യത്തിന്റെ ഒരു സ്റ്റെപ്പിലേക്കായിട്ട് മാറി. നമ്മുടെ കാൽക്കുലേഷൻസ് കുറച്ചുകൂടെ എന്താവണം? സ്പീഡ് ആവണം. റീഡിണ്ടാ അടുത്ത ലെവലിലേക്ക് കിടക്കണം നമ്മള്. ഇനി അടുത്തത് പറഞ്ഞിടാം മക്കളെ. 2 മോൾ H2O എത്ര ഗ്രാമാ? ചടപടാന്ന് പറഞ്ഞേ. കാൽക്കുലേഷൻ ആക്കട്ടെ. ആദ്യം 1 മോൾ H2O അളവ് നോക്കുക. 1 മോൾ H2O പേപ്പറിൽ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്ത് നോക്ക്. H2O 18 അല്ലേ? ഇനി ഭാഷ ഇവിടെ സൈഡിൽ നിന്നിട്ട് ചെയ്യുക. H2O 2 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 16 മക്കളെ. അപ്പൊ 2 പ്ലസ് 16 എത്രയാ? 18. അപ്പൊ 1 മോൾ എന്ന് പറയുമ്പോ എത്രയാ? 18 ഗ്രാം. അപ്പൊ 2 മോൾ എന്ന് പറയുമ്പോ എത്രയാ? 18 ഇൻറ്റു 2 36 ഗ്രാം. ഇങ്ങനെ എല്ലാം പറഞ്ഞു നിന്നാ ശരിയാവില്ല. നിങ്ങൾ എന്ത് ചെയ്യില്ല? ഡെവലപ്പ് ചെയ്യില്ല. മനസ്സിലായ? ആ കാൽക്കുലേഷൻ കൊണ്ടുവരിക. H2O എത്ര മോൾ H2O വേണ്ടേ? 2 മോൾ H2O. മനസ്സിലാലോചിക്കുക. 1 മോൾ H2O HO. അപ്പൊ 1 മോൾ H2O എത്ര ഗ്രാമാ? 18 ഗ്രാം അല്ലേ? അപ്പൊ 2 മോൾ എത്രയാ? 18ന്റെ ഇരട്ടി എത്രയാ? 36 ഗ്രാം. കണക്ക് മനസ്സിലാവണ്ട. അത് പിടിക്കണം കേട്ടോ. ആ ലെവലിലേക്ക് പിടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കി 4 എഴുതി വരുമ്പോഴേക്കും പരീക്ഷ കഴിയാറോ? മനസ്സിലാവണ്ട. അതാണ് ഫാസ്റ്റ് ആക്കണം എന്ന് പറയണേ. പിടികിട്ടേണ്ട ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ പറഞ്ഞേ, ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞ എത്ര എഴുതണ്ടേ മാഷിവിടെ? 36 ഗ്രാം H2O പ്ലസ് ആരാ പറഞ്ഞേ? ജസ്റ്റ് പറഞ്ഞേ. എന്താ? 1 മോൾ CO2 എത്ര ഗ്രാമാ? 44 ഗ്രാം. കറക്റ്റ് ആണോ പറഞ്ഞത്? ശരിയല്ലടാ മക്കളെ. 1 മോൾ CO2 44 ഗ്രാം. കറക്റ്റ് ആണോ? സി മേമേ പറ. സി 12. O2
കാൽക്കുലേറ്റർ എടുത്ത് നോക്കി, എന്നിട്ട് വേഗം വേഗം അടിക്കുക. 12 + 32 എത്രയാ? 44. എന്ത് 44 ധൈര്യമായിട്ട് എഴുതിയ മാഷ്? വേറെ ഒന്നും ചെയ്യാണ്ടിരുന്നേ? 1 മോൾ അല്ലെ? 1 മോള് കിട്ടണമെങ്കിൽ നമുക്ക് GMM എഴുതിയാൽ മതി അല്ലേ? അവിടെ 2 മോൾ ഉണ്ടെങ്കിൽ എത്രയാ മൊത്തം വാല്യൂ പറ? 2 മോൾ ഉണ്ടെങ്കിൽ 88 ഗ്രാം. കുഴപ്പമില്ലല്ലോ. ഇന്റർപ്രിട്ടേഷൻ മനസ്സിലായ? അപ്പൊ മോളിലുള്ള ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ഏതിലും ചെയ്യാൻ പഠിച്ചു? ഗ്രാമിൽ ചെയ്യാൻ പഠിച്ചു. ഗ്രാമോട് എന്തിന്റെ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കണേ? മാസ്. എന്തിന്റെ യൂണിറ്റാ? മാസിന്റെ SI യൂണിറ്റ് എന്താ? മാസിന്റെ SI യൂണിറ്റ് എന്താ? കിലോഗ്രാം. മാസ് എന്താ? എമൗണ്ട് ഓഫ് മെറ്റർ പെർസെന്റ് യൂണിറ്റ്. മാസ് മാറുമോ? മാസ് മാറില്ല. വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? വെരി ഗുഡ്. ന്യൂട്ടൺ. ന്യൂട്ടൺ മാറുമെന്നല്ല, വെയിറ്റ് മാറുമോ? വെയിറ്റ് മാറൂട്ടാ. പ്ലേസ് മാറാനുസരിച്ച് വെയിറ്റ് മാറില്ലേ? എന്തായിരുന്നു വെയിറ്റ്? ഇറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബൈ ദ പ്ലാനറ്റ് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബൈ ദ പ്ലാനറ്റ്. ഇതിപ്പോ എന്താ ഡെൻസിറ്റി? എന്താ അങ്ങനെ പറയേ? മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്താ? മാസ് ബൈ വോളിയം. മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഓർമ്മ. ഇഫ് 2 elements പറയേ, 2 elements combine to form more than one element അല്ലേ? അല്ല, 1 compound. The different masses of one element fixed with the combined with the fixed mass of the other is in a simple whole number. Definite proportion കണ്ടുപിടിച്ചാരാ? ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചാരാ? ജെന്നിഫർ റോസേ. മറന്നാ അതൊക്കെ പറയേ. ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ, പക്ഷേ ഇടയ്ക്ക് തലക്കൊക്കെ അപ്പൊ ഓർമ്മയിലും. ആരാ? ജോസഫ് പ്രോസ്റ്റ്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചാരാ? മോഡേൺ കെമിസ്ട്രിയുടെ ഫാദർ ആരാ? പരീക്ഷ ചോദിക്കില്ലാട്ടോ, ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയാൻ മാത്രം. അന്റോണിയ. മോഡേൺ ആക്കി നമ്മളല്ലേ അത്? അന്റോണിയ ലാവോസി അല്ലേ? പിന്നെ അവഗാഡ്രോలో എന്താ ഒക്കെ മറന്നാ? ഫാമിലി അന്ന് ഓർമ്മ കൊടുത്തേ. ഈക്വൽ നമ്പർ ഓഫ് ഈക്വൽ വോളിയൂംസ് ഓഫ് ഡിഫറെന്റ് ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലേ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇടയ്ക്ക് ആലോചിക്കുക. ഇപ്പൊ എന്നോട് പോയി നമ്മള് മാസിന്റെ യൂണിറ്റ് പറഞ്ഞു പോയിട്ടാണല്ലേ? ആയിക്കോട്ടെ, ശ്രദ്ധിക്കുക മക്കളെ. നമ്മുടെ ചോദ്യം എന്താന്ന് പറഞ്ഞേ? ഇയാളുടെ പേര് ആൻഡ്രിയ. ആൻഡ്രിയ, ചോദ്യം എന്താന്ന് പറഞ്ഞാൽ മതി. ഭാഷ ചോദ്യം എന്താന്നാണ് ഇതിൽ പറഞ്ഞോ? ചോദ്യം ചോദിച്ചിട്ട് കിട്ടാണ്ടെങ്കിൽ ഞാൻ പറ്റുന്ന മതി. ഞാൻ പറയാം പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത്. എനിക്ക് കിട്ടാവും അപ്പൊ പറ്റുന്ന മതി. പറഞ്ഞോ. അവൾക്ക് എണീറ്റ് കണ്ടൊരു സമാധാനം കിട്ടുന്നില്ല. നീ ഇരുന്നിട്ട് പറഞ്ഞാൽ മതി. മനസ്സിലായ? മലയാളത്തിൽ പറയോ? ബുദ്ധിമുട്ടാണ്. മലയാളത്തിൽ പറഞ്ഞോ എന്ന് പറയില്ലേ? കലാമ് അത് പറഞ്ഞ പോലെ മലയാളത്തിൽ എന്ന് പറഞ്ഞത്. നീ ഏത് ഇംഗ്ലീഷിൽ പറഞ്ഞോന്ന് വെച്ചാൽ കുഴപ്പമില്ല. 16 gram CH4 കിട്ടുന്ന അത് എന്തില് പറയണം? ഗ്രാമില് പറയണം. എന്നാ നിങ്ങളുടെ ഉത്തരം കെടുക്കണ്ടായില്ലേ? കെടുക്കണ്ട ഉത്തരം. എത്ര ഉത്തരം പറഞ്ഞ മാഷ്? 36. ഇത് എഴുതി പിടിച്ചു വന്നപ്പോ വളരെ ക്ലിയർ ആണ്. ഇത് നോക്കി, 16 gram CH4. ഇനി എല്ലാം കണക്ക് ചെയ്യണ, നീ കുസ്തി പഠിക്കണ വേണ്ട. ഫസ്റ്റ് ഇന്റർപ്രിട്ടേഷനിൽ തന്നെ ഉത്തരം പുറത്തേക്ക് ചാടി. അപ്പൊ അടിയിൽ എന്താ? പറഞ്ഞോ 16 gram CH4 പ്രൊഡ്യൂസ്. പറഞ്ഞോ എത്രയാ? 36 gram വാട്ടർ H2O. പണി കഴിഞ്ഞു. എല്ലാം ചെയ്യാണ്ട. മനസ്സിലായോ മിജോ? വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഡയറക്റ്റ് ആണല്ലോ ഉത്തരം. ചോദിക്കട്ടെ, 32 gram ആണെങ്കിൽ, സോറി 32 gram ആണെങ്കിൽ എഴുതാൻ പറ്റേ? 32 gram ആണെങ്കിൽ കണ്ണടച്ച ഉത്തരം പറഞ്ഞേ. 32 gram ആണെങ്കിലാ 72. വെരി ഗുഡ്. 32 gram ആണെങ്കിൽ എത്രയാ? ഇതില് പല പുതിയ കെമിസ്ട്രി വന്നിട്ടുണ്ടാ? പഴയ കെമിസ്ട്രി ഉള്ളോ? ഏത്? ഇവിടെ നിങ്ങൾ കൺവേർട്ട് ചെയ്യാനുള്ള കെമിസ്ട്രി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതാ. GMM ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തല്ലേ? നിങ്ങൾ ഈ ചോദ്യത്തിന്റെ ഒരു പ്രശ്നം മനസ്സിലാക്കില്ല. മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ചെയ്തിരുന്നു. CH4, H2SO4, SO2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമയം ചെലവഴിച്ചിരുന്നു. ഓർമ്മയില്ല? ആ സാധനം ഇവിടെ വേണോ വേണ്ടേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ സാധനം പഠിച്ചത് വേണോ വേണ്ടേ? വേണം. അതല്ല CH4 വെയിറ്റ് 16 എഴുതാൻ പറ്റുള്ളൂ. ആണോ?
പിന്നെ അതിന് ശേഷം നമ്മൾ എഴുതി 1 GMM ഇത്ര മോളാണ്, അല്ലെങ്കിൽ 1 GAM ഇത്ര ഗ്രാം ആണ്, അങ്ങനെയാണെങ്കിൽ ഇത്ര GAM എത്രയാ, അല്ലെങ്കിൽ 2 GAM 1 മോൾ ചെയ്തിരുന്നോ? ആ സാധനം ഇവിടെ വേണം, വേണ്ടേ? വേണം. മാഷി ഇവിടെ പറഞ്ഞ എഴുതി, ഇവിടെ പറഞ്ഞ എഴുതി അല്ലേ? ശരിയല്ലേ പറയണത്? കറക്റ്റ് ആണോ? അത് ഇവിടെ ചെയ്യുമ്പോ സ്റ്റെപ്സ് എഴുതിയിട്ടാണോ ചെയ്തേ? അവിടെ എഴുതിയ എല്ലാ സ്റ്റെപ്സും ഇവിടെ കയറ്റിയാ? പക്ഷെ ഇല്ല, അത് കയറ്റി കഴിഞ്ഞാൽ വല്ലാണ്ട് എന്താ സമയം പോവും. ആ ലെവലിൽ നിങ്ങൾ കയറി വരണം. അപ്പൊ ഇതിന്നൊക്കെ എന്താ മനസ്സിലാക്കുള്ളത്? ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴുള്ള ഒരു പ്രശ്നം അതായത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സാധനം അറിയില്ല ഒരു കുട്ടിക്ക്. ഇപ്പൊ പുതിയത് വന്ന ആൾക്കാർ രണ്ടുപേരും എനിക്ക് അറിയില്ല ഞാൻ പറയണം, ഇതും അറിയില്ല അവർക്ക്, ഇതും അറിയില്ല അവർക്ക്. പിന്നെ ഇത് മനസ്സിലാവും, ഇത് മനസ്സിലാവോ? പറ്റുമോ? ഇല്ല, മനസ്സിലാക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? അതിലൊക്കെ പഠിച്ചിട്ടൊരു ബേസ് ഉണ്ടാവും. ഇല്ല എന്ന് പറയാം, അതല്ല ഞാൻ പറയാം. അല്ലെങ്കിൽ ഈ ക്ലാസ് മുടങ്ങി പിന്നെ ഇത് മനസ്സിലാവും, ഇത് മനസ്സിലാവും. ഒന്ന് ആലോചിക്കും, ഈ ക്ലാസ് മുടങ്ങി ഇത് കിട്ടിയില്ല, ഇത് അറിയില്ല, ഒട്ടും അറിയില്ല. ഇത് ചെയ്യാൻ കിട്ടോ കുട്ടിക്ക്? ഇത് ചെയ്യാൻ കിട്ടുമ്പോൾ ഇത് കിട്ടുമോ? പിന്നെ ഈ ചാപ്റ്റർ പടക്കപ്പെട്ട പോലെ എന്ത് ചെയ്യും? പൊട്ടും. പിന്നെ എംപിരിക്കൽ ഫോർമുല ചെയ്യാൻ കിട്ടുമോ? മോളിക്കുലർ മാസ് കൂട്ടാറിയാൻ എംപിരിക്കൽ ഫോർമുല ചെയ്യാൻ പറ്റുമോ? മോളിക്കുലർ ഫോർമുല മാസാക്കാൻ ഉണ്ടോ അവിടെ? ഒരൊറ്റ ക്ലാസ് മുടങ്ങിയാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് എന്തായി പോയി. ശരിയാണോ പറഞ്ഞത്? നിങ്ങൾക്ക് 10ലൊക്കെ അറിയണ കാരണം കുഴപ്പമുണ്ടാവില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണം മാഷെ, ഇത് ഒരു ദിവസം മുടങ്ങിയത് ഞങ്ങൾ പഠിക്കും. ചിലപ്പോൾ ഇനി പുതിയ ചാപ്റ്ററുകൾ വരുമ്പോൾ എന്താ തെർമോഡൈനാമിക്സ് പോലുള്ള ചാപ്റ്ററുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത സാധനങ്ങളാണ്. അപ്പൊ ആദ്യത്തെ ക്ലാസ് മുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം പിന്നെ അവിടെ നിങ്ങളായി ആ ചാപ്റ്റർ കംപ്ലീറ്റ് എന്തായി തീരുമാനമായി. അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിയുടെ റേഷ്യോസ് എടുക്കുന്ന സമയത്ത് വന്നില്ല. അപ്പൊ എന്താ അവിടെ നിന്ന് പിന്നെ ആ പാഠം എന്താ ഒരു തീരുമാനമായി. ബൈനോമിയൽ തിയറം ആ ഒരു ഇക്വേഷൻ ഉള്ളൂ, ആകെ 4 ക്ലാസ്സാണ് കണ്ടു. അതിൽ ആദ്യത്തെ ക്ലാസ്സിലുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യുക. ആദ്യത്തെ ക്ലാസ് മുടങ്ങി പിന്നെ 3 ക്ലാസ് വന്നിട്ട് കാര്യമില്ല. ഇല്ല, മനസ്സിലാവുണ്ടാ പറയുന്നത്? ലിമിറ്റ്സ് ഇതുപോലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒരു ചാപ്റ്റർ ഉണ്ട് മാത്സ്, ഭയങ്കര രസമുള്ള ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങൾ മുടങ്ങി, രണ്ടാമത്തെ ക്ലാസ്സിൽ മുടങ്ങി. അങ്ങനെ വെച്ചാൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിന്റെ കത്തിക്കൽ കഴിയും. അടുത്ത പോലെ ഒരു 5 പാഠത്തിന്റെ കത്തിക്കൽ കഴിയും. 5 പാഠത്തിന്റെ കത്തിക്കൽ കഴിയുന്നു. തമാശ പറയല്ല, ഈ പാഠം പഠിച്ചില്ലെങ്കിൽ അടുത്ത 5 പാഠത്തിന്റെ കണ്ടിന്യൂഷനാ. 5 പാഠത്തിന്റെ കത്തിക്കൽ കഴിയും. ഓർഗാനിക് കെമിസ്ട്രിന്റെ 2 പാഠം പഠിക്കാൻ ഫസ്റ്റ് ഇയർ, അത് ശരിക്കും പഠിച്ചില്ല, ആകെ ഫോളായിട്ട് പഠിച്ചു. അടുത്ത കൊല്ലം 4 പാഠം എടുക്കണം. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 4 പാഠം. ഫസ്റ്റ് ഇയർ 2 പാഠം പൊട്ടിക്കഴിഞ്ഞാൽ 4 പാഠം പൊട്ടുന്ന ഒരു വിധം എന്താണ് ഉറപ്പാണ്. മാത്സ് ആ രസം. ഡിഫറൻഷ്യലിന്റെ ചാപ്റ്റർ എടുക്കില്ല. ഞാൻ കണ്ടുണ്ടാവും നിങ്ങൾ ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്തിട്ട് ഒരു സ്ഥലത്തുനിന്ന് പൊട്ടിയാണ്ടല്ലോ പിന്നെ പടപടപടാണ്ട പൊട്ടുക. പിന്നെ ഒരു തിരിച്ചു വരവ് എന്താണ് ഇല്ല. പിന്നെ മനസ്സിലൊക്കെ കരുതും ഞാൻ ഇതൊക്കെ ഇപ്പൊ ശരിയാക്കിരാന്ന്. എല്ലാവരും പിന്നെ ആ ഒരു മൈൻഡ് സെറ്റാ കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാം ശരിയാക്കിരാം. ഒന്നും ശരിയാവാൻ പോണില്ലേ നോക്കിയാൽ നിങ്ങൾ ഒരു പരീക്ഷ എടുത്തപ്പോൾ ഇവർ അറിഞ്ഞില്ലേ ഇപ്പൊ എന്താ എന്നുള്ളത്. ഇത്ര എളുപ്പമുള്ള പാടെടുത്തിട്ട് ശ്രദ്ധിച്ചോളാം. അപ്പൊ നിസ്സാരവൽക്കരിക്കരുത് കേട്ടാ. നോക്കാം നമുക്ക് ഈ പാടൊക്കെ പരീക്ഷ എടുക്കുമ്പോ കാണാൻ എന്താ ഉണ്ടാവുക എന്നുള്ളത്. ഇതൊക്കെ വലിയ സുഖമായിട്ട് തോന്നുന്നില്ല, ഇപ്പൊ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പരീക്ഷ എടുക്കുമ്പോൾ ഇതൊക്കെ ശരിയായിക്കോളൂ കേട്ടാ. 16 gram CH4 produces 36 gram H2. അപ്പോ പറഞ്ഞു 32 ആണെങ്കിലോ 72. ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. എന്താ എടാ മക്കളെ, ഇവിടെ 60 gram ഓക്സിജൻ ഉള്ളൊന്ന് കൂട്ട്, വെറുതെ തമാശക്ക് ഈ സാധനം വർക്കാവൂ. 16 gram തരണ 36 gram H2 ഫോം ചെയ്യോ? ആവശ്യത്തിന് എന്ത് വേണം? ഓക്സിജൻ വേണം. ഈ 16 gram CH4 കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ആവോ? 16 gram CH4 കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ആവണമെങ്കിൽ 64 gram ആര് വേണം? ഓക്സിജൻ വേണം കേട്ടോ. 60 നടപടിയാവോ? 60 നടപടിയാവില്ല. അവിടെ പ്രശ്നമുണ്ട്. അത് പിന്നീട് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എഴുതുക. ഹൗ മെനി മോൾസ് ഓഫ് മീഥെയ്ൻ ആർ റിക്വയർഡ് ടു? ഇനി വേറെ മോഡൽ. ഹൗ മെനി മോൾസ് ഓഫ് മീഥെയ്ൻ ആർ റിക്വയർഡ് ടു? എഴുതിയില്ലേ? How many moles of methane are required to? 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 And produce. How many moles of methane are required to produce 22 gram of carbon dioxide? 22 gram കാർബൺ ഡയോക്സൈഡ് ആഫ്റ്റർ കമ്പസ്റ്റൻ. വീണ്ടും കമ്പസ്റ്റൻ തന്നെയാണ് പിടിക്കുന്നത് അല്ലെ? ആഫ്റ്റർ കമ്പസ്റ്റൻ. ഓക്കെ, ഇതാണ് എന്ത് ചോദ്യം വന്നുപെട്ടിരിക്കുന്നത്. അപ്പൊ ഇക്വേഷൻ മാറ്റണില്ല. മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 10 കഴിഞ്ഞ് വന്നാണ് എന്താ സാധനം? CH4 തന്നെയാണ് അല്ലെ? ഇതാണ് ഫോർമുല. ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഒരു കാര്യം ചെയ്തോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വേറെ മോഡലാണെന്ന് അറിയാം മാഷക്ക്. എന്നാലും നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് എഴുതിയിട്ട് അവസാനിപ്പിച്ചില്ലേ? കുഴപ്പമില്ല, ഫിനിഷ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അടുത്ത് എഴുതാത്തേ ഉള്ളൂ. 16
നമ്മൾ ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിക്കുക എന്താണ് അവിടെ ഉത്തരം വരിക എന്നുള്ളത് ആലോചിച്ച് കണ്ടുപിടിക്കുക. എല്ലാ ഡാറ്റയും ഇവിടെ ഉണ്ട്, എല്ലാ ഡാറ്റയും മാഷ് എഴുതിയിട്ടുണ്ട് ഇവിടെ, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ആലോചിച്ചിട്ട് ചെയ്ത് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, എഴുതി പഠിച്ചൊന്ന് എടുത്ത് വെച്ചാൽ മാഷ് ഇരിക്കട്ടെ. വേഗമാവട്ടെ, നിങ്ങളൊന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് എന്താ വരിക എന്നുള്ളത്. ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് ആർക്ക് പൈസ തരാനുള്ള മാഷ് പൈസ തരാനുള്ള ബാലൻസ് തരാനുള്ള ആർക്കൊക്കെ ആദ്യം പെൻഡിങ് ബാലൻസ് ആർക്കവർക്ക് കുറച്ച് പൈസ കിട്ടി. പിന്നെ പൈസ ബാലൻസ് അല്ലേ ഈസി അല്ലേ പത്തിന് മാസം തന്നാ മതി. ഇനി ഫീസിന്റെ ബാലൻസ് ആദ്യം വരാനുള്ള ഇത് വരാണ്ട 100 നാളെ മാസം തരുമോ? പഠിച്ചു നോക്കണം, അതൊക്കെ കാണിച്ചു നോക്കണം. ചോദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യണം, പരസ്പരം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്ത് അത് ഇങ്ങനെ ചെയ്യാം. ചോദ്യം ഇന്റർപ്രറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാർക്കായിട്ട് മാറേണ്ടതൊക്കെ മാർക്ക് കൂടി ആവട്ടെ. പരീക്ഷ എഴുതുമ്പോ അതൊക്കെ തെറ്റിരിക്കുമോ, തെറ്റിരിക്കുമോ? ഇത് ഇന്നൊക്കെയുള്ളതല്ലേ, ഇന്നലെ കാണിച്ചാൽ നാളെ വരുമ്പോ അവിടെ കാണിച്ചു കോഴ്സ് കാണിച്ചു. കുറച്ച് സ്പേസ് ഒക്കെ ചെയ്തോണ്ടാ ഇതിന്റെ ഉള്ളിൽ എഴുതി പഠിക്കാൻ അതെന്താ പിന്നീട് പരീക്ഷ പഠിക്കൂടെ അടിപൊളി ഇതൊരു പാട്ട്, ഒരു അടിപൊളി പുതിയ നല്ല പ്രൊഡക്ഷനിൽ പാട്ടൊക്കെ ചെയ്യുന്നതോ ഏത് പാട്ടായിരുന്നു? എന്തെന്തോ ഇവിടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിരുന്നു പക്ഷെ ഓൺലൈനിൽ. യുകെയിലേക്ക് പോയ ആള്. ശരി, മോശത്തില് യുകെയിലെ ബന്ധം പഠിക്കാനാ പോയിരുന്ന എന്താ പഠിക്കാൻ പോയിരുന്ന മ്യൂസിക് ആയിട്ട് ബന്ധപ്പെട്ട മ്യൂസിക്കല്ലേ, പിന്നെ ജേർണലിസം. അത് അങ്ങനെ ഒരു തീരുമാനം വന്നത് അറിയില്ല. ശരി, വരുമാനില്ല. അപ്പൊ മറ്റേ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്ത് ഒന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇല്ലേ? ഇത് കംപ്ലീറ്റ് അല്ലല്ലോടാ, ഇത് അവസ്ഥ ശരിക്കും ചെയ്ത് പഠിക്കടാ. മാസ് കണ്ടെത്തിയില്ല, എംപിരിക്കൽ ഫോർമുല വരെയുള്ളൂ അല്ലെ? അപ്പൊ അത് കാരണം കയറി എന്ത് ചെലവൊന്ന് കയറി പോവാൻ വർക്ക് ചെയ്യുന്ന പൈസ പോയിന്റ് ഇപ്പോഴും അവിടെ ചെയ്യണ്ട. മ്യൂസിക് ഡി ജെ പാർട്ടിക്ക് ഇല്ല. അവിടെ ചെയ്യണ്ടല്ലേ? ഡി ജെയുടെ പരിപാടിക്ക് പോകണ്ട. അവിടെ പ്രൊഡക്ഷൻ മാത്രം, മ്യൂസിക് മാത്രം. എവിടേക്ക് അവിടേക്ക് അത് പിടിക്കാം, ഇവിടേക്ക് അവിടേക്കായിട്ടില്ല. കുഴപ്പമില്ല, നല്ല രീതിയിൽ വരട്ടെ. ചേട്ടൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് എത്ര കൊല്ലം? അതിൻ്റെ 7 കൊല്ലം. ചേട്ടൻ എത്ര വയസ്സായി? 23. അപ്പൊ 18 കൂട്ടിക്കോ, 4 5 കൊല്ലം. പ്ലസ് ടു 18 കഴിയാ. 23 ആയിട്ടുള്ള ചേട്ടൻ അല്ലേ? വില കണ്ടുപിടിയായിട്ടാ മക്കളെ. എന്റെ അന്നെ ഒന്ന് വർത്താനം പറയും, എന്നിട്ട് ഈ സാധനം കണ്ടുപിടിച്ചേ. 8ആണോ? എന്തായി? നടപടിയായി? നടപടിയായി? പറയേ. ഉത്തരം മാത്രമേ കിട്ടുള്ളൂ. അതും കുഴപ്പമില്ല, പ്രസന്റേഷൻ നമ്മൾ ചെയ്താൽ മതി. അത് കുഴപ്പമില്ല, ഉത്തരം ശരിയാ നോക്കാം. 8 എന്തുടാ? 8 എന്തുടാ? 8
8 ഗ്രാമോ മോളാ? 8 മോള്. എല്ലാവർക്കും 8 മോളാ? വേറെ ഇല്ല, പറയും. കിട്ടിയ പറഞ്ഞോ, പ്രസന്റേഷൻ വേണ്ട. 0.5 മോള്. അതിന്റെ ശരിയോ നോക്കാം നമുക്ക്. പിന്നെ വേറെ ഉത്തരങ്ങള് പെൺകുട്ടികളൊന്നും ഒരു ഉത്തരം പറയുന്നില്ല. അതല്ലേ എല്ലാ കണക്കും ഇതിലുണ്ടാ? എല്ലാ കണക്കും ഇതിലുണ്ട്. 3 അപ്പൊ 8 ഗ്രാമാണോ? 8 ഗ്രാമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിലേക്ക് ആക്കിയോ? CH4 അല്ലേ പറയണേ? അപ്പൊ 8 ഗ്രാം CH4 മുകളിലേക്ക് ആക്കി. ഉത്തരം നീ ഇവിടെ പറഞ്ഞോ 16 ഗ്രാം എത്ര മോളാണ്? എവിടെ ഉണ്ടല്ലോ 0.5. 16 ഗ്രാം അല്ല കേട്ടാ, 8 ഗ്രാം. എന്താ തീനെ കിട്ടണില്ലേ? ഒരു രക്ഷയില്ലേ. അത് ചില പരാതിയാവുക നിങ്ങളെല്ലാവരും പെൺകുട്ടികള്. പ്രസംഗം കോപ്പ് അടിച്ച് കിട്ടിയ എന്തെങ്കിലും ചെയ്തു നോക്കുക, എന്നാലേ കിട്ടുക. അത് മാഷ് ഡിസ്കസ് ചെയ്യാൻ പറയണേ, പരസ്പരം ഡിസ്കസ് ചെയ്ത് നോക്ക്. എന്തായി കിട്ടിയ? ഒരു കണക്ഷൻ കിട്ടുന്നില്ലേ? ചെയ്തോക്കെ നിങ്ങൾ ചെയ്യാ, എന്നാലും നിങ്ങളുടെ ഒരു ഫ്യൂൾ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. രാജലിനൊന്നും പറഞ്ഞില്ലല്ലോ. പറയേ അരിക്ക് പിടിച്ചു. കിട്ടിയോ? എത്രയാ? ഈ ഉത്തരം തന്നെയാണത്. വേറെ ഉത്തരങ്ങൾ കിട്ടിയ ഇത് എത്രയാ? സെയിം ഉത്തരാണ്. മനസ്സിലായി? കുഴപ്പമില്ലല്ലോ, ചെയ്യാൻ കിട്ടണ്ട. ഒന്ന് പറഞ്ഞേ മാഷക്ക് എങ്ങനെ കണക്ട് ചെയ്ത് ഉറക്കെ പറയും. 16 ഗ്രാം CH4. വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞേ 16 ഗ്രാം CH4 44 ഗ്രാം എന്തിനു തരും? കാർബൺ ഡൈ ഓക്സൈഡ് തരും. ശരിയല്ലടാ? അപ്പൊ 22 ഗ്രാം CO2 കിട്ടണമെങ്കിൽ എത്ര ഗ്രാം? 8 ഗ്രാം അല്ലേ? ആണോ? ശരിയല്ലേ? 8 ഗ്രാമിനെ എന്തിലേക്ക് ആക്കിയാൽ മതി? മുകളിലേക്ക് ആക്കിയാൽ മതി. ഇതൊരു മെത്തേഡ് കറക്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും കൂടുതൽ ഇങ്ങനെ ചെയ്തോ. 8 ഗ്രാം വന്നിട്ട് വേറെ ഐഡിയ പറയട്ടെ മാഷ്. ഇത് കറക്റ്റ് ആയിട്ട് തെറ്റൊന്നുമില്ല. കറക്റ്റിനെ ഇങ്ങനെ ചെയ്യാം, മാറ്റണം നിർബന്ധമില്ല. വേറെ ഐഡിയ പറയട്ടെ. ഇവിടെ ശ്രദ്ധിക്കടാ, ഇവിടെ ശ്രദ്ധിക്കടാ. നിങ്ങള് കാർബൺ ഡൈ ഓക്സൈഡ് എന്തില്ല? കാർബൺ ഡൈ ഓക്സൈഡ് എന്തില്ല? കാർബൺ ഡൈ ഓക്സൈഡ് എന്തില്ല? ഗ്രാമില്. നമുക്ക് ഉത്തരം വേണ്ടത് എന്തിനാ? ഹൗ മെനി മോൾസ് ഓഫ് CH4. അപ്പൊ ആരാ ഇവിടെ കണക്ഷൻ? മോളും ഒന്ന് പറയണം. മോളും ഗ്രാമും. ആരുടെ മോള്? CH4ന്റെ മോള്. ആരുടെ ഗ്രാമ്? CO2ന്റെ ഗ്രാമ്. കണക്ഷൻ നോക്കാം. നോക്കിയേ, ഒരു മോൾ, സോറി തിരിച്ചെഴുതാം, നമുക്ക് മോൾസ് എല്ലാം കാണട്ടെ. 44 ഗ്രാം CO2 കിട്ടണമെങ്കിൽ ഈ ഇന്റർപ്രിട്ടേഷൻ പ്രകാരം എത്ര മോൾ CH4 ആണ്? പറഞ്ഞു, എത്ര മോളാ? ശരിയല്ലേ? രണ്ടും കണക്റ്റഡ് അല്ലേ? ഇനി അങ്ങനെ നേരിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ ശ്രദ്ധിക്കും, സാന്ദ്രതയോട് ശ്രദ്ധിച്ചു. ഇനി 44 ഗ്രാം CO2 അല്ലേ? എത്ര മോൾ CH4? എത്ര മോളാ? പറയേ. ഈ 16 ഗ്രാം CH4 എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു മോളാണല്ലോ. അപ്പൊ മാഷക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? ടു പ്രൊഡ്യൂസ് അല്ലേ? എന്താ ടു പ്രൊഡ്യൂസ് എത്രയാ? ടു പ്രൊഡ്യൂസ് എത്രയാ? 44 ഗ്രാം CO2 നീഡ് അല്ലെങ്കിൽ റിക്വയർ. പറയേ ഉറക്കെ പറ. 1 mole CH4. Therefore to produce പറഞ്ഞേ നമ്മോട് എത്ര വേണ്ടേ? ടു പ്രൊഡ്യൂസ് പറയേ. ടു പ്രൊഡ്യൂസ് 22 ഗ്രാം CO2
നീഡ് എത്രയാ പറഞ്ഞേ, കണക്ക് പറഞ്ഞേ. ഒന്ന് വണ്ണ് അല്ലെങ്കിൽ എത്രയാ 22 22 × 1/44 ചെയ്യുമ്പോ കട്ട് ചെയ്യുമ്പോ 1/2, അതായത് 0.5 മോള്. ഈ മെത്തേഡ് അല്ലേ കുറച്ചുകൂടെ നല്ലത്. ഇനി മറ്റേത് നല്ലത് ചെയ്തു പ്രശ്നത്തിന് എന്തായാലും ശരിയായി മതി. മറ്റേതെന്താ, നമ്മൾ ആദ്യം വെയിറ്റ് കണ്ടിട്ട് പിന്നെ ആ വെയിറ്റിനെ എന്താക്കണം, വെയിറ്റിനെ പിന്നെ എന്താക്കണം, ഗ്രാം കണ്ടിട്ട് ഗ്രാമിനെ എന്താക്കണം, മോളാക്കണം. ഇതാകുമ്പോ നേരിട്ട് ഉത്തരം ഇതില കിട്ടും, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഉത്തരം മോളിൽ കിട്ടും. ഇതിലേക്കൊന്ന് വന്നാൽ സൗകര്യം കുറച്ചുകൂടെ എളുപ്പമായിട്ട് ചെയ്യാം. അവിടെയൊക്കെ നിങ്ങൾ 8 ഗ്രാം അറേഞ്ച് സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, 2 ദിവസത്തിനുള്ളിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, പിടികിട്ടിയാ പറഞ്ഞത്? നിങ്ങൾ ചെയ്ത് തെറ്റാണോ? തെറ്റൊന്നല്ല കേട്ടോ, ശരി തന്നെയാണ്. നിങ്ങൾ ആദ്യം 8 ഗ്രാം കണ്ടുണ്ടാവും, എന്നിട്ട് അതിനെ എന്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവും, മുകളിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. അത് കറക്റ്റ് തന്നെയാണ്, യാതൊരു തെറ്റുമില്ല. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ കാര്യങ്ങൾ നടപടിയാവുന്നു മാത്രം. പിടികിട്ടിയ? എത്ര കണക്കായി? വളരെ സ്ലോവിലാണ് നമ്മൾ പോണേ കേട്ടാ. 0.5. അടുത്ത ചോദ്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് വിട്ടു തരികയാണ് കേട്ടോ. ഡിസ്കസ് ചെയ്ത് ചെയ്തോ നിങ്ങൾ. വാട്ട് മാസ് ഓഫ് കാൽസ്യം ഓക്സൈഡ് വിൽ ബി? വാട്ട് മാസ് ഓഫ് കാൽസ്യം ഓക്സൈഡ് വിൽ ബി? What mass of calcium oxide will be obtained by heating? Obtained by heating. 3 moles of calcium carbonate. ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് വിട്ടതാണ് കേട്ടോ. ഇപ്പൊ മാസാണ് ചോദിച്ചത്, കാൽസ്യം കാർബണേറ്റ്. മക്കളെ പഠിച്ചിട്ടില്ലേ കാൽസ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ എന്താ? സ്ലാഗ് ഫോർമേഷൻ. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഇല്ലാതാ പഠിച്ചിട്ടുണ്ട്. ഫർണസ് ഒക്കെ പഠിക്കല്ലേ 10ാം ക്ലാസ്സില്? ഇല്ലേ? ഇപ്പൊ എടുത്ത് മറ്റേ പടം, ഇന്നത്തെ പടം ഉണ്ടായിരുന്നില്ലേ? ഈ പടം ഇപ്പോഴും ഈ സാധനല്ലേ ഇപ്പോഴും ഉണ്ടെന്ന് അല്ലേ? ബ്ലാസ്റ്റ് ഫർണസ്. എന്നിട്ട് മുകളിൽ കൂടെ എന്തൊക്കെ ഇടും? അയൺ ഡോറും പറഞ്ഞ് നോക്കട്ടെ. 10ാം ക്ലാസ്സിൽ പോറ് അയൺ ഡോറിന്റെ പേരെന്താ? ഹാമറ്റൈറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റൈറ്റ്. പിന്നെ ഇതിന്റെ കൂടെ എന്തിടും? കോക്ക്. പിന്നെ ലൈംസ്റ്റോൺ ആണ് ഇത് നമ്മുടെ കാൽസ്യം കാർബണേറ്റ് അല്ലേ? കാൽസ്യം കാർബണേറ്റ് എന്ത് ചെയ്യും? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും അല്ലെ? എന്നിട്ട് ആ കാൽസ്യം ഓക്സൈഡ് ആരുടെ കൂടെ റിയാക്ട് ചെയ്യും? കോക്കിന്റെ കൂടെ ഒന്ന് റിയാക്ട് ചെയ്യാമോ അല്ലെ? ആണോ? അല്ല, കോക്കിന്റെ കൂടെ അല്ല, SiO2. എനിക്ക് ഓർമ്മയുണ്ട് ലിസ്റ്റ്. അത് മാഷ ഇപ്പോൾ ഇങ്ങനെ മേഖലയിൽ നിൽക്കണ അല്ലെ? SiO2 റിയാക്ട് ചെയ്തിട്ട് CaSiO3 ആ സാധനം വിളിക്കുന്ന പേരാണ് എന്ത്? സ്ലാഗ് അല്ലെ? ഈ സാധനത്തിന് എന്ത് വിളിക്കുക? ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ കൊടുക്കുന്ന സാധനത്തിന്റെ പേര് വിളിക്കലോ? പേര് വിളിക്കില്ലേ? ഇതും കൂടി ചേരുമ്പോഴല്ലേ സ്ലാഗ് എന്ന് പറയാ? ഫ്ലക്സും ഗാങ്ങും. വെരി ഗുഡ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പ്യൂരിറ്റിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം അല്ലെ? ഗാങ് എന്താ? വേസ്റ്റ്. പറയാറില്ല ഞങ്ങളുടെ ഗാങ്ങാന്ന് പറയാറില്ല. ഗാങ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് എന്നാണ്, തല്ലിപ്പൊളിക്കുന്ന അർത്ഥം അല്ലേ? ഗ്യാങ് എന്നല്ല പറയണ്ടേ? ഇംഗ്ലീഷിലാണ് ഇട്ടാ നോക്കി നോക്കിയോ നിങ്ങൾ. ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യാസമുണ്ട്. ഗ്യാങ് എന്നല്ല പറയണ്ടേ? എന്താ പറയണ്ടേ ശരിക്കും? ടീം എന്നാ പറയണ്ടേ? ടീം ആകുമ്പോ എന്ത് പോയി? ആ തല്ലിപ്പൊളി സ്വഭാവം എന്തായി പോയി. ഗ്യാങ് എന്ന് പറയുമ്പോ എന്തായി? തല്ലിപ്പൊളി സ്വഭാവം. എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ. എടാ ഈ കാൽക്കുലേഷൻ ഒന്നും എനിക്കിരിക്കായിരുന്നല്ലോ. ഇവിടെ ഇതിന്റെ പകുതി നീ കളയണ്ടേ? മാഷ ബോർഡിലേക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കോളൂ. ഇത് കംപ്ലീറ്റ് വിട്ട് തന്നിരിക്കുക, ചെയ്തോളൂ. ചെയ്തേ. ഇക്വേഷൻ നോക്കിയിരിക്കോളൂ. ഇക്വേഷൻ എഴുതി. എന്താ? കാൽസ്യം അല്ല പറഞ്ഞേ. ഫ്ലാഗ് ഫോർമേഷൻ സ്റ്റെപ്പ് എഴുതി. മാഷ് പറയുന്നുണ്ട് CaO + CO2. ഓർമ്മയില്ലേ പറഞ്ഞത്? അവിടെ എന്താ കാണണ്ടേ നമുക്ക്? കാൽസ്യം കാർബണേറ്റ് എന്തിലാ? എന്താണ് മോള്? ഉത്തരം കിട്ടേണ്ടത് ഏതിലാ? വാട്ട്. അപ്പൊ മോളും ഇതിലാ. ഇന്റർപ്രിട്ടേഷൻ എഴുതുക, കണക്ട് ചെയ്യപ്പെട്ടത് തന്നെ ചെയ്യണം മക്കളെ. തന്നെ ചെയ്ത് ഉത്തരം പറ.
ഇനി ആർക്ക ബാലൻസ് തരാളെ മാഷ്? ആർക്കും തരാനില്ലോ. ഫീസ് തരാനുള്ളവരായിരിക്കും. ഇനി ആദ്യത്തെ ഫീസ് അടയ്ക്കാണ്ട്. ഇനി ഇതിനൊക്കെ അടച്ചോ? ഗൂഗിൾ പേ ചെയ്തേ ക്യാഷ് ആയിട്ട് തന്നു. ഇവിടെ അടച്ചോളൂ കേട്ടോ. ഫീസ് അടച്ചോളൂ. ഫീസ് കേട്ടോ. ഫീസ് അടച്ചോളൂ. ക്ലാസ് കഴിഞ്ഞ് നിന്നോളൂ കേട്ടോ. അതിലൊന്നും ആഡ് ചെയ്തിട്ട് പോവാം. ആഞ്ചലിനൊക്കെ അടച്ചു. അക്സ അല്ല നികിത് അടച്ചോ? റെസീറ്റ് ഇട്ടാ മാഷ്? ഇല്ല. ക്ലാസ് കഴിഞ്ഞ് നിന്നോളൂ കേട്ടോ. നോക്കിയിട്ട് സെറ്റിൽ ചെയ്യാം. നടക്കട്ടെ, വർക്ക് നടക്കട്ടെ. ഇക്വേഷൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? കാൽസ്യം ഓക്സൈഡ് പ്ലസ് CO2 കേട്ടോ. CaCO3 അങ്ങനെ എഴുതല്ലടാ. അവിടെ എഴുതിയത് എഴുതി CaCO3 CaCO3 ബിക്കം ഒരു റിയാക്ഷൻ എഴുതുമ്പോൾ ഏത് സൈഡ് വേണം? രണ്ട് സൈഡും വേണം. ആരോട് എന്നിട്ട് കിട്ടി CaO പ്ലസ് CO2 റെഡി. എന്തായിടാ മക്കളെ? ചെയ്യാൻ കിട്ടണ്ട? നോക്കിയേ, സെറ്റ് ചെയ്തേ. അങ്ങോട്ട് നവീന അതിന് അടുത്ത ഏത് മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യേ. പണി നടക്കണ്ട. ചെയ്തോ 3x16 അല്ലേ? 48 കാൽക്കുലേറ്റർ റെഡി ആയിട്ടില്ല ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലേ? വെക്കുക. ഒരു കൂട്ടി കുറച്ചിരിക്കുക. അവിടെ പൊടിക്ക് വെച്ചേ 160 ഫൈനൽ ഉത്തരാണോ? അത് നോക്കേണ്ടി വരും. അപ്പൊ അത് CaCO3 വെയിറ്റ് ആണ്. വെരി ഗുഡ്. ഒന്ന് ഇമ്പ്രൂവ് ആയി തുടങ്ങി. പേയ്മെന്റ് ചെയ്ത് കൂട്ടിയിരിക്കാണ്ട് കാൽക്കുലേറ്റർ ചെയ്യും. അപ്പൊ ചെയ്തോളൂട്ടാ. കാൽക്കുലേറ്റർ റെഡിയാ. 300 അത് നേരെ ചോദ്യം മുകളിലേക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാ? ഇങ്ങനത്തെ സ്റ്റെപ്പ് കൊടുക്കുക. എങ്ങനെ 1 മോൾ CaCO3 എത്ര ഗ്രാം? 1 മോൾ CaCO3 എത്ര ഗ്രാം? 56 ഗ്രാം. 3 മോൾ എത്രയാ? 3 × 56. അങ്ങനെയാണോ ചെയ്തത്? കാൽക്കുലേഷൻ മനസ്സിലാവുന്നില്ല. 100 ഗ്രാം CaCO3 അല്ലേ? എഴുതിയത് നന്നായി മാത്രം. അല്ലെങ്കിൽ ഉത്തരം സംശയം ചോദിച്ചേ. CaCO3 കാൽസ്യം 40, കാർബൺ പിന്നെ ഓക്സിജൻ 20 പ്ലസ് 12 പ്ലസ് 40.
ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചേ. അവിടെ നോക്കിയിട്ട് അതിൽ നോക്ക്. അവിടെ മരിയനോട് കിട്ടിയാ ഇല്ല? ശരിയാക്കാം. കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ഓക്സൈഡും എന്തായിട്ടാണ് മാറുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഫോർമുല അല്ലെ ജെനിഫറെ? ഫോർമുല ഇതല്ലേ വരിക? ഒന്ന് പറഞ്ഞേ, ഫോർമുല അനലൈസ് ചെയ്തേ, ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്തേ ഫോർമുല. ജെനിഫർ റോസ് ഒന്ന് പറഞ്ഞേ. ശരിയോ? ആ, ഇത് ഇന്റർപ്രറ്റ് ചെയ്യും. 1 mole CaCO3, very good, become 1 mole ആരാ? CaO plus CO2. അപ്പൊ റെഡി. ഇത് വെയിറ്റ് എടുക്കണത് കിട്ടിയില്ലേ? 1 mole CaCO3 എത്ര ഗ്രാമാ? കൈ താഴേക്ക് 100 ഗ്രാം. അപ്പൊ 100 ഗ്രാം CaCO3 1 mole CaO എത്രയാ? 40. എത്രയാ? 56 ഗ്രാം. 56 ഗ്രാം കാൽസ്യം ഓക്സൈഡ് തരും. ശരിക്കും നമ്മള് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാധനം കാണണം. ശരിക്ക് വേണ്ട, അവ ക്വസ്റ്റ്യനിൽ ഉണ്ടാ ഇല്ല, അവ കണക്കിലില്ല. ആരേ ഉള്ളു കണക്കില്? CaOയും CaCO3 നല്ലോണം എഴുതാണ്. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഇനി എന്താ വരണേ? അവിടെ ഒന്ന് നോക്കിയേ പറയാം, ആരൊക്കെ തമ്മിലെ കണക്ഷൻ? CaOയും CaCO3 അല്ലേ? CaCO3യുടെ മോളാണോ ഗ്രാമാണോ? മോള്. അപ്പൊ CaCO3യുടെ മോള് എന്ന് പറയുമ്പോ ഈ കള്ളിയല്ലേ വേണ്ടേ? സെലക്ഷൻ. പിന്നെ നമുക്ക് എന്താ വേണ്ടേ? 3 മോൾ ഓക്കെ, എനിക്ക് വരാം. CaCO3 ആരും CaOയും CaOന്റെ എന്താ?
അപ്പൊ എന്താ CO-ന്റെ മാസ് എന്ന് പറയുമ്പോൾ ഏതാ? മോളഗ്രാമ, ഗ്രാം. അപ്പൊ ഏതാ ബോക്സിന്റെ മാഷ്? ഇവനല്ലേ ബോക്സിന്റെ ആണോ? അപ്പൊ എന്താ പറയാ? 1 മോൾ കാൽസ്യം കാർബണേറ്റ് നമുക്ക് അവിടെ കിട്ടിയ 1 മോൾ കാൽസ്യം കാർബണേറ്റ് അവിടെ നോക്കിയേ. 1 മോൾ കാൽസ്യം കാർബണേറ്റ് വിൽ ഗീവ് എത്രയാ പറയോ? വിൽ ഗീവ് എല്ലാവരും പറഞ്ഞടാ. ഇവിടെ നിങ്ങളുടെ കണക്ഷൻ ഒറ്റയടിക്ക് അടിക്കണം നമ്മള്. എത്രയാ? 56 ഗ്രാം CaO. അല്ലേ? ഇവിടെ എത്ര മോളാ? 3 മിഠായി. ഒരു മിഠായിക്ക് എത്ര രൂപ? 56 രൂപ. അപ്പൊ 3 മിഠായിക്ക് എത്രയാ? 3 മോൾ കാൽസ്യം കാർബണേറ്റ് വിൽ ഗീവ് എത്രയാ പറഞ്ഞേ? 56 × 3/1. അപ്പൊ അത് ചെയ്യുമ്പോഴാണ് 168 ഗ്രാം എന്ത് കിട്ടിയത്? കാൽസ്യം ഓക്സൈഡ് കിട്ടിയത്. സിമ്പിൾ അല്ലേ? ഐഡിയ ഇപ്പൊ ക്ലിയർ ആണോ? പെർഫെക്റ്റ് അല്ലേ? സംശയമില്ലല്ലോ. സംശയം ചോദിക്കട്ടോ, നമുക്ക് ഡിസ്കസ് ചെയ്യാട്ടോ. അവിടെ ഇവിടെ നിന്ന് കിട്ടിയിട്ട് എഴുതി വെച്ചിരിക്കും. പലരും ചെയ്യുമ്പോഴേ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണം. നിങ്ങൾ എനിക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യല്ലേ നിങ്ങൾ? എങ്ങനെ? ഭയങ്കര 1 മോളിന് എത്ര? 56. അപ്പൊ 3 മോളിന് എത്ര? 56. എത്ര എല്ലാം ഉള്ളു. അതൊക്കെ സംഭവിച്ചു. ഒന്ന് സ്റ്റെപ്സ് ആയിട്ട് ഇരിക്കോ, മനസ്സിലായ? ഒന്ന് സ്റ്റെപ്സ് ആയിട്ട് എന്ത് ചെയ്തോളൂ. അല്ലാണ്ട് ചെറുതാക്കിയിരിക്കോ. എല്ലാവരും ചെറുതാക്കുമ്പോ എന്താ പ്രശ്നം അറിയോ? സാഹചര്യമാണ് പറയുന്നത്. നമ്മളിപ്പൊ ചെയ്യുമ്പോ എന്താ? 1 മോളിന് എത്രയാ? 56. 3 മോളിന് എത്രയാ? 56 × 3 കഴിക്കും. ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് നിങ്ങൾ പോണേ പലരോ. ഞാൻ അവിടെ എഴുതുന്നത് കംപ്ലീറ്റ് എഴുതുന്നില്ലേ? പലരും ബുക്കിലേക്ക് ഞാൻ അവിടെ എഴുതുന്നത് കംപ്ലീറ്റ് എഴുത്. മിനിമം ഞാനല്ലേ പഠിപ്പിക്കുന്നത്. അതിന് അപ്പോഴേക്കും കട്ടിയ സമയത്ത് എന്താ പ്രശ്നം എന്ന് മനസ്സിലായോ? ഈ ചോദ്യം കുഴപ്പമില്ല. ചില ചോദ്യങ്ങളില് എവിടേക്ക് പോകും? വീട്ടിൽ പോയിട്ട് നോക്കണ സമയത്ത് പെട്ടെന്ന് എന്താ ഇപ്പം മനസ്സിൽ ഇങ്ങനെ ആലോചിക്കണ്ടാവുന്നു. പറയണ കേൾക്കണ്ട. ഇപ്പൊ മനസ്സിലാലോചന നടക്കണ്ടാവും. വീട്ടിൽ പോയിട്ട് നോക്കുമ്പോ പെട്ടെന്ന് ഈ സാധനം മറന്നുപോയി കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിച്ചെന്നുള്ളത് പെട്ടെന്ന് എന്താവില്ല, മനസ്സിലാവില്ല. വേറെ ചോദ്യങ്ങൾ വരുമ്പോഴേ മുകളിലേക്ക് പോകുമ്പോ അപ്പൊ ആ ശീലം കളഞ്ഞോളോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക, സ്റ്റെപ്സ് എഴുതുക. ഇനി ഇതൊക്കെ കുറച്ച് കൊണ്ടുവരാം, വേഗം ചെയ്യാം. എപ്പോ കുറച്ചുകൂടെ എന്താവട്ടെ പ്രാക്ടീസ് ആയിട്ട് ചെയ്യാം. ചാടി കയറിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റോസാണ്. അതുകൊണ്ടാ പറയുന്നത് കേട്ടോ. ഇത് ഓക്കെ അല്ലേ? മെത്തേഡ് ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അടുത്ത എഴുത്. സമയം 8:05 മതി അല്ലേ? ബാക്കി എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ.